Hello, ladies and gentlemen. Welcome back to the podcast. Sri here. And this is Anu Basad, and he's my classmate. ഞങ്ങൾ ഒരുമിച്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. aka Rocky. Yes, റോക്കി എന്നാണ് പുള്ളിയുടെ പേര്. ആൻഡ് റോക്കി, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. സോ ഞാനിപ്പോൾ കറന്റ് UST ഗ്ലോബലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 3 years ആയിട്ട് UST ഗ്ലോബലാണ് ആൻഡ് ഐ ആം എ ക്ലൗഡ് എഞ്ചിനീയർ. യെസ്, എങ്ങനെയുണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ? സത്യം പറയണം. സത്യം പറഞ്ഞാൽ അവിടുത്തെ പരിപാടി സുഖമാണ്. അതെല്ലാം നിങ്ങളുടെ ഓരോ മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാനേജർ നല്ലതാണെങ്കിൽ അടിപൊളിയായിട്ട് ടീം ലീഡർ ടീം ലീഡർ മാനേജർ. ഞങ്ങൾ പക്ഷേ കൊണ്ട് റോക്കി ചേട്ടനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതൊന്നുമല്ല. ഹീസ് പിന്നെ ബോഡി ബിൽഡർ. അതിനകത്ത് ഭയങ്കര ഡീപ്പ് നോളജും റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എനിക്ക് 1 to 3 yearsന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഒരു കാര്യം റോക്കി ചേട്ടന്റെ പ്രത്യേകത പറയുമ്പോൾ ഫ്രംസ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പണ്ടോട്ട് അറിയാം. ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഡെപ്ത് നോളജിലായിരിക്കും പുള്ളി പറയുക. പുള്ളി ഒരു കാര്യം തീരുമാനിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നതിന് മുന്നേ ഹി ഡസ് ഹിസ് റിസർച്ച്. ഹി സ്പെൻഡ് ടൈം ഓൺ ഇറ്റ്. സോ ദിസ് പോഡ്കാസ്റ്റ് ഇസ് ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ജേർണിയിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ഫ്രീക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ പാഷൻ ഉണ്ടെങ്കിൽ ദിസ് വിൽ ഹെൽപ് യു ഗൈസ്. യെസ്, ദിസ് വിൽ ഹെൽപ് യു എന്ന് മാത്രമല്ല, ഈ ഫിറ്റ്നസ് വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും വെളിയിൽ അറിയുന്നതും അറിയാത്തതും നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഈ പോഡ്കാസ്റ്റ് പോകുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ട്രൈ ടു ബ്രിങ് ഔട്ട് തിങ്സ് ദാറ്റ് ആർ ലെസ് സ്പോക്കൺ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഞാനും ബ്രോയും ഇപ്പോൾ അനൂപും കൂടെ ഇരുന്ന് അല്ലെങ്കിൽ റോക്കിയും കൂടെ ഇരുന്ന് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, ചിലപ്പം ഇതുവരെ കേൾക്കാൻ സാധ്യതയില്ലാത്ത, ഇനിയും കേൾക്കാൻ പോണില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ പറയാൻ പോവാണ്. സോ ഫിറ്റ്നസിന് റിലേറ്റഡ് ആണ്. നിങ്ങൾ പോകുന്ന വഴി മനസ്സിലാവും. ഐ സജസ്റ്റ് യു ഗൈസ് ടു വാച്ച് ഇറ്റ്. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരെ ചേട്ടന്മാരെ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. റോക്കി ചേട്ടാ, നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിനെ കുറിച്ച് ഇന്റർവ്യൂ ബ്രീഫ്. സോ അത് പറയണേ മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ഫിറ്റ്നസ് ജേർണി അത് ഏറ്റവും ഇമ്പോർട്ടന്റ്, IT-കാർക്ക് സ്പെഷ്യലി ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ചെന്ന് ഒരിടത്ത് ഇരിക്കുന്നു, ഒരു 8 to 10 hours ഒരേ സീറ്റ് ഇരിക്കുന്നു, അനങ്ങുന്നില്ല, നമ്മുടെ ബാക്ക് പെയിൻ ഇത് നമ്മുടെ ബാക്ക് എല്ലാം സ്റ്റിഫായി പോവുക. അപ്പൊ ബേസിക്കലി നമുക്ക് എന്തായാലും ഒരു ഫിറ്റ്നസ് വേണം. എന്തോ ആവാം, സൂംബ ആവാം, ജിം ആവാം, ബോഡി അനങ്ങണം. അതാണ് ബേസിക്കലി ഉള്ള ആവശ്യം. പിന്നെ എന്റെ ഫിറ്റ്നസ് കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2 years ആയിട്ട് ഈ ജിം, അതായത് ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബോഡി ബിൽഡിംഗ് അതില് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരോ പ്രോബ്ലംസ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം കൺസിസ്റ്റൻസി പോവായിരിക്കും. പക്ഷെ ഞാൻ ഈ ഒരു സാധനത്തിൽ ഞാൻ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. 2 തരം ബോഡി ബിൽഡിംഗ് ഉണ്ടല്ലോ, നാച്ചുറലും എൻഹാൻസ്ഡ്. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എൻഹാൻസ്ഡിനെ പറ്റി ആവും. സോ നാച്ചുറൽ എൻഹാൻസ്ഡ് എന്താണ്? അതിന് തന്നെ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഞാൻ ബോഡി ബിൽഡിംഗ് ഒന്നുമല്ല, ഫിറ്റ്നസ് ജേർണി തുടങ്ങി. എനിക്കിത് അത്യാവശ്യം കിട്ടുന്ന ബോഡിയൊക്കെ വേണം എന്നൊക്കെ തുടങ്ങിയ സമയത്ത് ജിമ്മിലൊക്കെ പോയി ഫസ്റ്റ് തിങ് ദേ ഡു ഈസ് നിങ്ങളെ പ്രോട്ടീൻ ഇടാൻ ശ്രമിക്കും. ട്രെയിനേഴ്സ്. അതെ, ട്രെയിനേഴ്സ്. അതിന് ഒന്നാമത്തെ കാര്യം അവർക്ക് വലിയ കമ്മീഷൻ കിട്ടും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഐ ബോട്ട് എ പ്രോട്ടീൻ, ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ആൻഡ് മൈ ഗട്ട് ഹെൽത്ത് ഇസ് കംപ്ലീറ്റ്ലി റൂയിൻഡ് ഗൈസ്. ട്രൂ ഗൈസ്. ഞാൻ ട്രൂ ഫാക്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ പൗഡർ എടുത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയി ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പം എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ഹെവി കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. ഹെവി കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഐ വാസ് ബ്ലീഡിങ് ഔട്ട് വെൻ ഐ വാസ് pooping. ലിറ്ററലി ബ്ലഡ് ആയിരുന്നു. അങ്ങനത്തെ ഇഷ്യൂ. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടാണ് മനസ്സിലായത്. ഈ പ്രോട്ടീൻ പൗഡേഴ്സിന് മെറ്റൽസും കാര്യങ്ങളും ഒക്കെ ഹെവി മെറ്റൽസ് അതിനെ കുറിച്ചൊക്കെ എന്നെ കണ്ടി ഒരുപാട് അറിവുള്ള ഉപയോഗിച്ചിട്ട് പറഞ്ഞു. ഇത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നോട്ട് ഫോർ ദ സേക്ക് ഓഫ് വ്യൂസിനും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇത് ഞങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വി നീഡ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് നോബഡി എൽസ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദിസ്. സോ ഇപ്പം പ്രോ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു മിൽക്ക് മിൽക്കിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ് ഈ വേ എന്ന് പറയുന്നത് റെസിപ്പി. അതെ. അപ്പം ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഈ ജിം ട്രെയിനേഴ്സിന് കമ്മീഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനത്തെ കുറെ പേര് കാണും നമ്മുടെ ഈ സൊസൈറ്റിയിൽ. എന്തായാലും കാണും, നല്ലവർ മാത്രമല്ല, എന്തായാലും ചീത്ത ആൾക്കാർ ഉറപ്പായിട്ടും കാണും.
അപ്പം നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡർ ഇന്ത്യൻ മെയ്ഡ് കുറെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറെ പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. അതൊക്കെ അതില് എനിക്ക് തോന്നുന്ന ഒരു 10 to 15 ടൈപ്പ് ഓഫ് ബ്രാൻഡഡ് പ്രോട്ടീൻ പൗഡേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതില് മെജോറിറ്റി ഓഫ് ദം ജസ്റ്റ് ബിസ്ക്കറ്റ് പൊടിയാണ്. ഈ നാപ്രോ ഒക്കെ സീനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബിസ്ക്കറ്റ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇപ്പൊ നമുക്ക് ഈ പിള്ളേർക്ക് കൊടുക്കുന്ന അമൃതം പൊടിയൊക്കെ ഇല്ലേ, അതേപോലത്തെ കുറച്ച് സാധനം. ഓക്കെ, അപ്പൊ ഈ ബിസ്ക്കറ്റ് പൊടി നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് തരുന്നത്? തൗസൻഡ്സ്. അത് ഞാനിപ്പോ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില സ്ഥലത്തുനിന്ന് മേടിച്ചിട്ടുള്ളത് അതില് ഇന്ത്യൻ മെയ്ഡ് എന്ന് അവര് തന്നെ പറയും. ഇന്ത്യൻ മെയ്ഡ് ആണ്, നിങ്ങൾക്ക് ചീപ്പ് റേറ്റ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. അത് നമ്മുടെ ചോയ്സാണ്. അപ്പം ആ ചീപ്പ് റേറ്റ് തപ്പി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ കുറെ കെമിക്കൽസ് ഉള്ള സാധനവും പിന്നെ ഈ ജസ്റ്റ് ബിസ്ക്കറ്റ് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് തിന്നാലും അതേ സാധനമാണ്, അതേ സാധനം. പക്ഷെ ഞാൻ വേറെ കാര്യം പറഞ്ഞോട്ടെ, നോട്ട് കോൺട്രഡിക്റ്റിംഗ്. ഞാൻ എടുത്തെന്ന് പറയുമ്പോ എന്റെ ഒരു പ്രണവ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇയേഴ്സ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ഞാൻ എടുത്തത്. പറയാൻ പറ്റുമോ? അല്ല, ബ്രാൻഡ് പറയണ്ട, ഓക്കെ, ബ്രാൻഡ് പറയാതെ അത് തന്നെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ അവന്റെ അടുത്ത് എടാ നീ നിർത്തിക്കോ, നിനക്ക് മണി കിട്ടുമെന്ന് പറയാം. അവൻ നിന്നോട് പറഞ്ഞു, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു നിർത്തിക്കോ, നിനക്ക് മണി കിട്ടും. അവൻ ഇല്ലടാ തുടക്കത്തേക്ക് എനിക്ക് അത് തന്നെയാ, പിന്നെ നീ 2-3 ദിവസം കഴിയുമ്പോ ഓക്കെ ആയിക്കോളൂ. അതെന്താന്ന് വെച്ചാ നമ്മൾ ഈ അലർജി ടെസ്റ്റ് എന്ന് കേട്ടില്ലേ, അലർജി ടെസ്റ്റ് ഓരോരുത്തർക്ക് ഓരോ ഫുഡ് ആയിരിക്കും അലർജി. അപ്പൊ ഈ പ്രോട്ടീൻ പൗഡറിൽ മെയിൻ ആയിട്ടുള്ള എന്തുവാ, മിൽക്കില് ഉള്ള നമുക്കിപ്പോ ഡയറി പ്രോഡക്ട്സിനോട് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് നമ്മുടെ സ്റ്റൊമക്ക് ഫുൾ അപ്സെറ്റ് ആവും, നമുക്ക് ഗ്യാസ് കയറാൻ തുടങ്ങും, നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അങ്ങനെയുള്ളവര് ഇത് തൊടാനേ പോയത്. പക്ഷെ രോഹിത് ചേട്ടാ, എനിക്ക് അങ്ങനെ ഒരു അലർജീസും ഇല്ല. എനിക്ക് പ്രൈമറിലി ഞാൻ ഡോക്ടറിന്റെ അടുത്ത് അന്ന് സംസാരിച്ചു, അന്നത്തെ കൺസൾട്ടേഷൻ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോ ഡോക്ടർ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, നീ നാച്ചുറലി ഒരു സ്കൂപ്പിൽ 20 ഗ്രാം പ്രോട്ടീൻ ഉള്ള ഏതെങ്കിലും ഫുഡ് പറയാൻ? ഞാൻ എവിടെ നിന്ന് ബാഡായി, ഞാൻ പറഞ്ഞ് ഒന്നുമില്ല. അപ്പൊ ഈ സാധനത്തിന്റെ അകത്ത് 24 ഗ്രാം പ്രോട്ടീൻ നിനക്ക് ഒരു സ്കൂപ്പിൽ കിട്ടും. അതെ, പുള്ളി അത് തന്നെ ചോദിച്ചത്. അപ്പൊ നീ നാച്ചുറലി ഇത് സിമ്പിൾ ആയിട്ട് ഡൈജസ്റ്റ് ആവും വിചാരിച്ചു. നിന്റെ കട്ടിന് അത് അത്രയും, ഞാൻ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്ന ഒരാളായിട്ട് ഞാൻ ബീഫ് പോലും ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ഗട്ട് ഹെൽത്തും അതൊക്കെ സോഫ്റ്റ് ആയതുകൊണ്ട് നീ ആ ഒരു ഹാർഡ് കോമ്പൗണ്ട് വരുമ്പോൾ നിന്റെ കംപ്ലീറ്റ് അസിഡിറ്റി ബാലൻസ് വരെ പോയി. സോ ഇഫ് യു ആർ ഗോയിങ് ടു യൂസ് പ്രോട്ടീൻ പൗഡർ, ഞാൻ ഹെഡ്സപ്പ് തരുവാണ്, നിങ്ങൾ അത്യാവശ്യം നല്ലോണം ഗട്ട് ഹെൽത്തിന് ഡാമേജ് വരുത്താൻ ഇൻവൈറ്റിംഗ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോർ മസിൽസും ഗട്ട് ബാക്ടീരിയസ് ഒക്കെ ഭയങ്കര കിടിലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. അതെ അതെ, കാരണം ഗട്ട് ഹെൽത്ത് ഇല്ലാത്തവര് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ the situation is gonna get worse. നമ്മുടെ ഹാർഡ് ബീഫോ അല്ലെങ്കിൽ ഇത്രയും ഗ്രാം പ്രോട്ടീനോ ഒക്കെ ഡെയിലി കൺസ്യൂം ചെയ്യുന്നില്ല, 2-3 മുട്ട കഴിക്കാത്തവരാണ്. അങ്ങനെയൊക്കെ ഉള്ള ചുമ്മാ ഒരു ദിവസം രാവിലെ പോയി, ഞാൻ ഒപ്പം ഓർക്കുന്നു, ഞാൻ 3-4 കൊല്ലം മുന്നേ, ഞാൻ ഇവിടെ കാനഡയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. നൈട്രോ എന്ന് പറഞ്ഞ സാധനത്തിന് അടിയുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നൈട്രോ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പൗഡറിന് വേണ്ടി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ ജിമ്മിൽ പോയി ഒരു 2-3 ആഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, ജിമ്മിലെ ബ്രോ വന്നെന്ന് പറഞ്ഞു, ബ്രോ ഒരു കാര്യം ചെയ്യും, ബ്രോ അത്യാവശ്യം മെലിഞ്ഞിരിക്കുമല്ലേ, നമുക്ക് സെറ്റ് ആക്കാം, എൻ്റെ ഒരു ഹെവി ഐറ്റം ഉണ്ട് നൈട്രോ, അത് അങ്ങോട്ട് വാങ്ങിക്കും, എന്നിട്ട് നീ വന്നാൽ മതി, നീ വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, നീ സാധനം വാങ്ങിച്ചടിച്ചാൽ മതി. ആൻഡ് ദിസ് ഈസ് ദ തിങ് ഹി ടോൾഡ് മീ. എന്നിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു. അന്ന് അവൻ എന്തോ 4500 5000 എന്തോ പറഞ്ഞു, എനിക്ക് എമൗണ്ട് ഓർമ്മയില്ല. എന്റെ വീട്ടുകാർ വാസ് ലൈക്ക്, നോ യു നോട്ട് ഗെറ്റിംഗ് എനി നൈട്രോ, ഈ ഏത്തപ്പഴം വീറ്റ് മുട്ട. അതെ ഗൈസ്, ദി തിങ് ഈസ്, നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഡെയിലി 1 intake ആണെങ്കിൽ ഞാൻ പറയാം സപ്ലിമെന്റ് വിത്ത് 4 egg whites, എഗ് യെല്ലോ 4 egg whites കഴിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബെനിഫിഷ്യൽ ആണ്. സോ റോബി ചേട്ടൻ, വാട്ട് ഡു യു തിങ്ക്? ഇതിലിപ്പം പപ്പു പറഞ്ഞ പോലെ ആ ട്രെയിനർ പറഞ്ഞില്ലേ, ചുമ്മാ പ്രോട്ടീൻ പൗഡർ തിന്നിട്ട് വെറുതെ വീട്ടിയിരുന്നത് ഫേക്ക് സാധനം. അന്ന് നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജിമ്മിൽ പോവാന്ന് വെച്ചാ ബസ്സിൽ കയറ്റി എന്ത് പ്രോട്ടീൻ പൗഡർ അല്ല, അന്ന് മറ്റേ 2 ദിവസത്തേക്ക് ബസ്സിൽ വന്നിട്ട് 3-ാമത്തെ ദിവസം ചത്തുപോയാലും ഓക്കെ. ഇപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ കുറെ പ്രോട്ടീൻ പൗഡർ എന്നിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് വീർത്തു വരുമെങ്കിൽ പിന്നെ എന്തിനാ ജിമ്മ്, എന്തിനാ എക്യുപ്മെന്റ്സ്? അപ്പൊ അതെന്തായാലും ഒരു ഫേക്ക് സാധനമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗട്ട് ഹെൽത്തിന്റെ, നമ്മൾ ഒരു സാധനം, ഒരു ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം.
നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT, പിന്നെ RFT, അതായത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയാണ്. അപ്പൊ ലിവർ ടെസ്റ്റ് ചെയ്യണം. അതിൽ വരുന്ന യൂറിക് ആസിഡിന്റെ എമൗണ്ട്, ക്രിയാറ്റിൻ എക്സ്പെഷ്യലി, അതായത് ക്രിയാറ്റിൻ എനിക്ക് തോന്നുന്നു 1.4 വരെ എന്തോ വരാം. ഇപ്പൊ ഈ 1.8 ഉള്ള ഒരാളൊക്കെ പ്രോട്ടീൻ പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഡൈജസ്റ്റ് ആവാനും പോകുന്നില്ല, നമ്മുടെ കിഡ്നി അത് നല്ലോണം അഫക്ട് ചെയ്യുകയും ചെയ്യും. ബ്രോ ഗൈസ്, ഈ നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം നമ്മള് ചുണ്ടില് പരട്ടുന്ന ലിപ്സ്റ്റിക്ക്, ദേഹത്ത് തേക്കുന്ന സൺസ്ക്രീന്, ആഹാരത്തിനകത്തോട്ട് പോകുന്ന വായുടെ അകത്തോട്ട് പോകുന്ന ആഹാരം, പ്രോട്ടീൻ എല്ലാം, എവറിത്തിങ് ഈസ് ഗോയിങ് ത്രൂ ദ കിഡ്നി. അപ്പൊ നിങ്ങൾ ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും ഒക്കെ എങ്ങനെ കിഡ്നി പോകുന്നത് ഡു യുവർ റിസർച്ച്. ഞങ്ങൾ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, നിങ്ങൾ ഇത് ആലോചിക്കുക. നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് എന്തുകൊണ്ട് ഇത് കിഡ്നി പോകുന്നു, അപ്പൊ കിഡ്നിയിൽ പോയാൽ എന്ത് പറ്റുന്നു, ജസ്റ്റ് ഡു ബേസിക് ഗൂഗിൾ സെർച്ച്. നിങ്ങൾ ഈ പ്രോട്ടീൻ പൗഡറോ നിങ്ങൾ ഈ ക്രിയാറ്റിനോ മറ്റേതോ മറിച്ചതോ ഒന്നും തൊടത്തില്ല. കാരണം ഇറ്റ്സ് ബേസിക്കലി പെയിൻ ടു ഗെറ്റ് കിൽഡ് ഏർലിയർ. പക്ഷെ അങ്ങനെ പറയാമല്ലോ, ഇനി ക്രിയാറ്റിൻ എടുക്കുന്ന ഒരാളല്ല, പക്ഷെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടിരിക്കും ക്രിയാറ്റിൻ എടുക്കുമ്പോൾ ഭയങ്കര എഫക്റ്റ് എന്റെ കൂടി. ഞാൻ ഈ ക്രിയാറ്റിൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഈ സപ്ലിമെന്റ്സ് എടുത്തിട്ടുണ്ട്, ക്രിയാറ്റിനും എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് മിക്കതും ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ഈ ക്രിയാറ്റിൻ വീട്ടിൽ അറിഞ്ഞൂടാ. വീട്ടിലൊക്കെ ക്രിയാറ്റിൻ just a supplement. tablet or injection? No, it's just a powder. Oh, powder. Okay. ക്രിയാറ്റിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിലോട്ട് വാട്ടർ റിട്ടൻഷൻ ആണ് അതിന്റെ മെയിൻ പിന്നെ അളക്കുന്ന സാധനം. അതെ, ഹൈഡ്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണോ? ഹൈഡ്രേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമൊന്നല്ല, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. അതായത് ഇപ്പം എനിക്കിപ്പോ ഒരു 20 കിലോ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞു. അതായത് ക്രിയാറ്റിന് ഒന്നെങ്കിൽ നമുക്ക് ലോഡിംഗ് ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. അതായത് 5 days നമുക്ക് 20 gram വെച്ച് കൺസ്യൂം ചെയ്യാം. അപ്പൊ നമ്മുടെ ബോഡിയിൽ സാച്ചുറേറ്റഡ് ആവും. സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എപ്പോഴാണ് ഫെറ്റീഗ് ആകുന്നത് അപ്പൊ ബോഡി എക്സ്റ്റേണൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും. അപ്പൊ എനിക്ക് 20 kg ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റുന്നിടത്ത് എനിക്കത് 40 ആക്കാം, 50 ആക്കാം. ഓക്കെ, ബേസിക്കലി നമ്മുടെ മസിൽ 50% വാട്ടർ. ഓക്കെ, മസിലിലോട്ട് വാട്ടർ റിട്ടൻഷൻ ചെയ്യുക. സോ യു ആർ ഗോയിങ്, നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അത് ലിമിറ്റഡ് ടൈമിലേക്കാണോ? ലിമിറ്റഡ് ടൈമിലത്തേക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നോർമലി ഒരു 15 minutes ബിഫോർ വർക്കൗട്ട്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ചിലവർക്ക് അത് ചിലപ്പോൾ രാവിലെ കഴിച്ചാൽ മതിയായിരിക്കും, ചിലവർക്ക് വർക്കൗട്ടിന് ശേഷം കഴിച്ചാൽ മതിയായിരിക്കും, അങ്ങനെ. പക്ഷെ ബേസിക്കലി ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് കൂടും. നമ്മുടെ ഒരു പെർഫോമൻസ് എൻഹാൻസിങ് ഒരു സാധനമാണ്. ബേസിക്കലി can it be classified as a drug? ഇല്ല, എനിക്കിതില്ല. No, I don't think so. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് This is legal? ലീഗൽ. നമുക്ക് കടയിൽ പോയി വാങ്ങാം. മേടിക്കാൻ. ഓക്കെ. അപ്പൊ ഇതിന് ഗുണം നിങ്ങൾ വേറൊരു സംഭവം, ഇതിന്റെ ബാഡ് സൈഡ് അതിനെ കുറിച്ചായിരുന്നു. ക്രിയാറ്റിൻ is only available in the market. ഇത് കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടല്ലേ ഇത്ര പോപ്പുലർ ആയത്. അതുകൊണ്ട് ഇതിന്റെ ബാഡ് സൈഡ് നമുക്ക് സിഗരറ്റ് 18 വർഷം വരെ നമ്മുടെ നല്ലൊരു ഡ്രഗ് എല്ലാവരും ഡെയിലി വലിക്കണം എന്നുള്ള സാധനം. അതേപോലെ ക്രിയാറ്റിൻ is only new to the market. ആൻഡ് ക്രിയാറ്റിനെ കുറിച്ച് വേറെ സംഭവം, നമ്മൾ എടുക്കുന്ന ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് അല്ലേ, മോണോഹൈഡ്രേറ്റ് ആണ് മിക്കവരും എടുക്കുന്നത്. നമ്മുടെ കിഡ്നിയിൽ നാച്ചുറലി ഒരുപാട് ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് ക്രിയാറ്റിൻ ഓവർഡോസ് ആയിട്ട് ഭയങ്കര പണി കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം. ഇതിലാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് നമ്മുടെ ബ്ലഡ് വർക്ക്, ആ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ്, മറ്റേ RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. അതിൽ നമ്മുടെ കിഡ്നിയിൽ 1.1 തൊട്ട് 1.4 വരെ പോകും. അതൊരു 1.2 ഒക്കെ ആണെങ്കിൽ ക്രിയാറ്റിൻ എടുക്കുന്നത് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ ഈ ക്രിയാറ്റിൻ ലോഡിംഗ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടും, നമ്മുടെ ബോഡിയിലെ ലെവല് കൂടും. അതൊരു 1.5 ആവും, 1.6 ആവും. പക്ഷെ ലോഡിംഗ് ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് നോർമൽ ആവും. പക്ഷെ എന്നിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. നോർമൽ ആയില്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ്. അതർവൈസ് കിഡ്നി എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡു യുവർ ബ്ലഡ് വർക്ക്. എനിക്ക് അതായിട്ട് ഞാൻ ബ്ലഡ് വർക്ക് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോട്ടീൻ എടുക്കത്തില്ല, ക്രിയേറ്റിൻ എടുക്കുന്നു, തേങ്ങ എടുക്കത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് വരായിരിക്കും. അവോയ്ഡ് യുവർ ഹോസ്പിറ്റൽ ബിൽസ്, ഈറ്റ് നാച്ചുറൽ ഫുഡ്. ഹോസ്പിറ്റൽ ബിൽസ് മാത്രമല്ല ഗൈസ്, ഈ നമ്മുടെ ഹെൽത്ത് കയ്യിൽ പോകുമ്പോ നമുക്ക് മെന്റലി ഒരു ബാഡ് വരും. സത്യം. അത് ഇസ് ലൈക്ക് വേഴ്സ് ദാൻ എനി ബ്രേക്കപ്പ്.
നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു എന്ന് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്ത കാര്യങ്ങൾ മൂലമാണ് ഇത് പോയത്. ഫോർ ചീപ്പ് ഡോപ്പമിൻ ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടി. അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ഓപ്പൺലി ഞാനൊരു ഫാറ്റ് ഫോബിക് ആയിട്ടാണ്. എന്റെ ബോഡിയിൽ അങ്ങനെ ഫാറ്റ് അക്യുമുലേറ്റ് കണ്ട എനിക്ക് വെറുപ്പേര് വരും. ഫാറ്റ് ഫോബിയ ഫാറ്റിനോടൊരു വെറുപ്പ് പോലൊരു സംഭവം. എനിക്ക് ബോഡിയിലൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഫാറ്റ് ഫോബിയ പറഞ്ഞ ഞാൻ 50 കിലോമീറ്റേഴ്സ് റണ്ണൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് കാർഡിയോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഫാറ്റ് ഫോബിയ കൂടി എനിക്ക് ഈ സ്റ്റബിൾ ഫാറ്റ് ഉണ്ട് നമുക്ക് ബെല്ലി, ലോവർ ബെല്ലി ഫാറ്റ്, അത് പോകാൻ ഭയങ്കര പാടാണ്. ഫാറ്റ് ഫോബിയ കൂടി ഞാൻ ഒരു അണ്ടർ 1000 കാലറി കാർബ് കട്ട്, ഷുഗർ കട്ട് എല്ലാം കട്ട് ചെയ്ത് ഫൈബർ ഉണ്ടല്ലോ, പ്രോട്ടീൻ മാത്രം, പ്രോട്ടീൻ ജങ്കറായിട്ട് ഞാൻ ഒരു 1 മന്തോളം ഞാൻ നിന്ന്. And I was miserable as hell. I mean, physically or mentally? Mentally, oh my god. Could you explain what was happening? Could I explain? Do you remember that day I told you? Yeah. No, I was working that day. I think it was night. Guys, end of ജീവിതത്തിൽ especially and women never got into my brain. ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എക്സ്ട്രീം ഡയറ്റ് ആയിട്ട് that women was already in my എന്താ പറയണ, ഞാൻ കീഴോ ചെയ്തിട്ടായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര ഓവർ തിങ്കിങ്, നമ്മൾ ഭയങ്കരമായിട്ട് വേറൊരു മെന്റൽ സ്റ്റേറ്റിലേക്ക് പോകും. വെരി ഞാൻ എന്റെ ജീവിതത്തിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം സിമിലർ അല്ലേ? എക്സ്ട്രീം ഡയറ്റ് നോക്കുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. ഞാനൊരു 3000 കാലറീസ് അടുപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന തട്ടടക്കി 1000 to 1500 കാലറീസിന്റെ ഇടയ്ക്ക് പോയി. അത് ഫൈബർ ഇൻടേക്ക് കുറവായിരുന്നു. ഐ വാസ് ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺ പ്രോട്ടീൻ. അപ്പത്തേക്കും എന്റെ മെന്റൽ ഹെൽത്തും എല്ലാം സ്ട്രെസ്ഡ് ഔട്ട് ആയി. അതിന്റെ വട്ടത്തിൽ ഞാൻ രാവിലെ വർക്കൗട്ട്, രാത്രി ഓടാൻ പോകും, അങ്ങനത്തെ കുറച്ച്. ഐ വാസ് എ മിസറബിൾ മാൻ. ചുമ്മാ വീട്ടിൽ അടി ഉണ്ടാക്കുന്നത്, അതടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പഠിച്ചത്, നിങ്ങൾ എക്സ്ട്രീം ഡയറ്റ് ചെയ്യുവാണെങ്കിൽ മേക്ക് ഷുവർ അതൊരു കാൽക്കുലേറ്റഡ് വെയ്ഡ് ഔട്ട് സ്കെയിൽ ഗ്രാമിലൊക്കെ ചെയ്യുക. അത് ഡു ഇറ്റ് ഓൺ എ സയന്റിഫിക് മാനർ. അല്ലെങ്കിൽ നിങ്ങൾ മെന്റലി ഭയങ്കരമായിട്ട് നിങ്ങളെ സ്ക്രൂ ചെയ്യും. റോബിനാണ് അതൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഈ ഹെവി ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. സത്യം, നമുക്ക് ഈ ഹെവി ഡയറ്റും ഈ ഫുൾ ഷുഗർ കട്ടും എല്ലാം ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് ഇവരുടെ കോമ്പറ്റീഷൻ ടൈമിൽ ഒരു 7 days ബിഫോർ ഇവര് ഫുൾ കാർബ് കട്ട് ചെയ്യും. ഇവര് വാട്ടർ കട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി. അങ്ങനത്തെ ഒരു പരിപാടി. വെള്ളം കുടിക്കാതെ 4 ദിവസം. അത് ചില ബോഡി ബിൽഡേഴ്സ് ചെയ്യാം, ചില ബോഡി ബിൽഡേഴ്സ് ചെയ്യും. ഈ സിനിമ നടന്മാരൊക്കെ മിക്കവരും ചെയ്യട്ടോ. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വെള്ളം, വാട്ടർ എമൗണ്ട് ഫുള്ള് കുറഞ്ഞെന്ന് വെച്ചോ, കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മുടെ മസിൽ ഡെഫിനിഷൻ നല്ലോണം നമ്മുടെ സ്കിന്ന് മസിലുമായിട്ട് ഒട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ മസിലിന്റെ ആ ഡെഫിനിഷൻ എത്രത്തോളം ഉണ്ടോ അത് ഫുള്ളി എക്സ്പോസ്ഡ് ആവും. തൊലി ഒട്ടി നമ്മുടെ മസിൽ എക്സ്പോസ്ഡ് ആവും. ഈ ബോഡി കോമ്പറ്റീഷനിൽ മെയിൻലി നോക്കുന്ന ഞാൻ ടൈറ്റ് ഷർട്ട് ഇടുന്ന പോലെ ടൈറ്റ് സ്കിൻ ആവും. ഈ കോമ്പറ്റീഷനിൽ മെയിൻലി നോക്കുന്ന എന്താ, പോസിങ്ങും നമ്മുടെ മസിൽ ഡെഫിനിഷൻ. പോസിങ് അറിയാവുന്ന ഒരാൾക്ക് മസിൽ ഡെഫിനിഷൻ ഇല്ലെങ്കിൽ എന്തായാലും ജയിക്കത്തില്ല. അപ്പൊ ആ മസിൽ ഡെഫിനിഷൻ ആക്കാൻ വേണ്ടി വാട്ടർ കട്ടിങ് അത് മിക്ക ബോഡി ബിൽഡേഴ്സും ചെയ്യാറുണ്ട്. അങ്ങനത്തെ അത് കോമ്പറ്റീഷന് മാത്രം. അതേപോലെ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഈ ഹെവി ഡയറ്റ് അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മള് കാലറി ഡെഫിസിറ്റിൽ പോയാൽ മാത്രമേ ഫാറ്റ് കുറയുള്ളൂ. കാലറി ഡെഫിസിറ്റിലും പോയി രാവിലെയും വൈകിട്ടും ഈ ട്രെഡ്മില്ലിൽ കയറി ഓടുന്നുണ്ട്. എന്തിനാണ് ഓടുന്നത്? ഒരാവശ്യമില്ല. ഒരു 45 മിനിറ്റ് ഒരാവശ്യമുള്ള ഒരു സ്പീഡിൽ നടന്നാൽ മതി. ബോഡിയിലെ ഫാറ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. അത് ഞാൻ ഈ റീസെന്റ് വെൻ യു ആർ റണ്ണിങ് നിങ്ങളുടെ ബോഡിയിൽ കൂടുതൽ കാലറീസും കാർബ്സും ബേൺ ചെയ്യും. പക്ഷെ നടക്കുമ്പോഴാണ് ഫാറ്റ് ബേൺ ആവുക. കാരണം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ലോവർ ആയിട്ടിരിക്കണം. അപ്പോഴേ ഈ കീറ്റോസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഭയങ്കര വലിയൊരു സാധനമാണ്. അതിനെ കുറിച്ചൊന്നും പോകുന്നില്ല. ഹാർട്ട് ബീറ്റ് ലോവർ ആകുമ്പോൾ മാത്രമേ കീറ്റോസിസ് നടക്കും. നമ്മുടെ ബേസിക്കലി സ്റ്റോർഡ് ആയുള്ള ഫാറ്റ് നമ്മുടെ എനർജി രീതിയിൽ നമുക്ക് നമ്മുടെ ബോഡി ഒരു ത്രെട്ട് പെർസീവ് ചെയ്യുന്നില്ല. നമ്മള് സ്ലോ ആയിട്ട് നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ നടക്കുവാണെങ്കിൽ വാട്ട് ദ ബോഡി ഡസ് ഈസ് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
പക്ഷെ നമ്മൾ അതേസമയം പുറകിൽ ഒരു ട്രെഡ്മില്ലിൽ ഓടുക, ലൈക്ക് റണ്ണിങ് ലൈക്ക് ഹെൽ. അപ്പോ നമ്മുടെ ബോഡി വിചാരിക്കുന്നത് നമ്മുടെ ഹണ്ടർ ഗ്യാദർ DNA ഒക്കെ ഉള്ളതുകൊണ്ട് we need maximum energy in the minimum amount of time. So they're not going to go for fat. They're going to burn the sugar, glucose, sucrose, calories, carbohydrates. ഇതെല്ലാം കത്തിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ബൂസ്റ്റ് തരും. അതുകൊണ്ടാണ് നമ്മൾ ഓടുമ്പോൾ ഒരു 3 മിനിറ്റ് ഓടി അല്ലെങ്കിൽ 2 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തീരും. പക്ഷെ നടക്കുവാണെങ്കിൽ നമുക്ക് 30-40 മിനിറ്റ് പോകാൻ പറ്റും. So this is a difference. So if you guys wanna burn fat, പതുക്കെ രാവിലെ എണീക്കുക, ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെക്കുക, ആരെയും വിളിക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ഒരു റൗണ്ട് അടിക്കുക, തിരിച്ചു വരിക, നോർമൽ ലൈഫിൽ പോവുക. യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു എ ട്രെഡ്മിൽ ആൻഡ് റിസ്ക് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ വേറൊരു സാധനമുണ്ട്, അതേപോലെ നമ്മൾ വോക്കിനകത്ത് റെസിസ്റ്റൻസ് കൂടുക. ഫോർ എക്സാമ്പിൾ ഇൻക്ലൈൻ ഹാർട്ട് ബീറ്റ് തന്നെ ആയിരിക്കും, ലോവർ ആയിരിക്കും, പക്ഷെ റെസിസ്റ്റൻസ് കൂടും നമ്മൾ നടക്കുന്നത്. ഓക്കെ, അപ്പം 2 കിലോമീറ്റർ നടക്കുന്ന പകരം 4 കിലോമീറ്റർ സ്ട്രെസ് കിട്ടും. അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മുടെ ബോഡി നമ്മൾ അത്രത്തോളം സ്ട്രെസ്സിലോട്ട് കൊണ്ടുപോവുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോർമൽ ഒരു റോഡിലൂടെ നടക്കുന്നു, അതിനേക്കാളും നമ്മൾ കൂടുതൽ റെസിസ്റ്റൻസ് സ്ട്രെസ്സും വരത്തില്ല നമ്മൾ ഒരു ഇൻക്ലൈനിൽ. അതാണ് ട്രെഡ്മില്ലും ചെയ്യുന്നത്. അത് ഈ ഹൈക്കേഴ്സ് ഒക്കെ ബേസിക്കലി എപ്പോഴും 6 പാക്ക് നടക്കുന്ന സംഭവം. അവരെപ്പോഴും റിലാക്സ് മൈൻഡ് സെറ്റിൽ ചിൽഡ് ആയിട്ട്, പക്ഷെ എന്നാ ബോഡിയിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് വലിയ എമൗണ്ടിൽ ഫാറ്റ് ബേൺ ചെയ്യും. ഓക്കേ ഗയ്സ്, അപ്പൊ if you wanna get rid of fat, enjoy hike, do incline. കേറ്റം ഉണ്ടെങ്കിൽ കേറ്റം കേറിക്കോ, ചുമ്മാ ഓടരുത്, ജസ്റ്റ് ഫ്രീ ആയിട്ട് പോവാ. ആൻഡ് ഡോണ്ട് ഗെറ്റ് എന്താ പറയുക എക്സൈറ്റഡ് ആവണ്ട, പെട്ടെന്ന് നടക്കണ്ട, റിസ്ക് വാക്ക് വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് സ്ലോ ആയിട്ട് നടക്കാം. യുവർ ബോഡി വിൽ ഡു ദ മാജിക്. നിങ്ങൾക്ക് 6 പാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കോറിലുള്ള മസിൽ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പം കുറെ പേര് കാർഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ജമ്പിങ് ജാക്സ് ചെയ്യിപ്പിക്കും, ഹൈ നീസ് ചെയ്യിപ്പിക്കും. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റോപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴും നമ്മുടെ എത്ര ഫാറ്റ് മാക്സിമം ബേൺ ആകുന്നു, അത് മാത്രമല്ല ഇപ്പൊ ഒരു 70 കിലോ ഉള്ള ഒരാള് ഈ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരന്റെ ലെഗിന് ബലമില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഇഞ്ചറി വരും. ഒരു വർഷം ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം കിംസിൽ പോവാം. അതെ, അത് ഇതേപോലെ ഈ ചുമ്മാ ജമ്പിങ് ജാക്ക് നമ്മുടെ ലെഗിന് പവർ ഒന്നുമില്ല, ജമ്പിങ് ജാക്സ് ചെയ്യുക, ഈ ഹൈ നീസ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും. പിന്നെ എനിക്ക് റോബി ഞാനൊരു ഡൗട്ട്, എനിക്ക് അതിനുണ്ടോ, ഞാൻ ഹെവി ഓൺ ലെഗ് ഡേയ്സ് ആണ്. ഞാൻ ലെഗ് പ്രസ് എന്റെ ബോഡി വെയിറ്റ് 2.5 ചെയ്യുന്നത് ലെഗ് പ്രസ് ഒക്കെ. ഞാൻ ഭയങ്കര ലെഗ് പ്രസ് ചെയ്യും. ഒരു 2 വീക്സ് ലെഗ് വർക്ക്ഔട്ട് ചെയ്യാതെ ഇരുന്ന ഭയങ്കര കാലില് വേദന. അതെന്താ എനിക്ക് അറിയത്തില്ല. അതൊന്നും നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ മസിൽ ഏതാ? കാലിലെ മസിൽ. അപ്പം നമ്മൾ ഒരു മസിലിനെ നമ്മൾ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബൈസിന്റെ വർക്ക്ഔട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നല്ല വേദനയില്ലേ കയ്യിൽ, എന്നിട്ട് നമ്മൾ കുറെ നാൾ ബൈസ് ചെയ്യാതിരുന്നു, എന്നിട്ട് വീണ്ടും ചെയ്യുമ്പോൾ അതേ പെയിൻ തന്നെ തിരിച്ചു വരും. അത് തന്നെയാണ് നടക്കുന്നത്. ഇത് നമ്മുടെ കാലിലെ ഏറ്റവും വലിയ മസിൽ ആയതുകൊണ്ട് നമുക്ക് നല്ല പെയിൻ കിട്ടും കാലില്. അങ്ങനെ ഒരു ഗ്യാപ്പ് വരുത്തിയിട്ടാണ് പിന്നെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇതിപ്പോ ഞാനാണെങ്കിലും ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ 2 ടൈംസ് ബോഡി വെയിറ്റ് ഇട്ട് നമ്മൾ ചെയ്ത്, ഞാൻ എന്നിട്ട് ഒരു 3 വീക്സ് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ആ പെയിൻ തിരിച്ചു വരും. കാരണം മസിൽ എപ്പോഴാണ് വളരുന്നത്, നമ്മുടെ മസിൽ ടിഷ്യൂ ബ്രേക്ക് ആയിട്ട് അത് റിക്കവർ ആയി അത് അതേപോലെ ഇരിക്കുന്നു. അതിനെ നമ്മൾ വീണ്ടും ടയർ ചെയ്തു. അത് നല്ലൊരു ഇൻസൈറ്റ് ആയിരുന്നു. അത് റോഹിതേടാ, എനിക്ക് ആദ്യമായിട്ട് ആശ്ചര്യപ്പെട്ട സംഭവം അറിയാം. ഞാൻ ജിമ്മിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ടാ വിളിച്ചത്. എന്റെ ട്രെയിനർ എന്നെ കെട്ടി ആളെ വിളിച്ചാൽ ഞാൻ മാമൻ വിളിച്ചോണ്ടിരുന്നത്. You are 20. I am 22. Okay, so your trainer is 21. Okay. Daddy. ഓളോ അവന് 10-30 വയസ്സുണ്ട് ശരിക്കും. എന്നിട്ടൊരു ഇൻസിനെ ഫോളോ ചെയ്തപ്പോഴാ 20. അത് എനിക്ക് പുള്ളി പക്ഷേ മിസ്റ്റർ ട്രാൻഡർ ആയിരുന്നു. എൻഹാൻസേഴ്സിന്റെ മാത്രമല്ല, ഇപ്പം ഏജ് ഡസന്റ് മാറ്റർ എന്നാ ശരിക്കും. അപ്പം ഒരു അറിവുള്ള ഒരാൾക്ക് അത് എത്ര വയസ്സും ആയിക്കോട്ടെ, നമ്മളെക്കാളും ഇളയതാവും മൂത്തതാവും, ആ പുള്ളിക്കാരൻ ആ ഒരു സാധനത്തെ കുറിച്ച് അറിവുണ്ടെങ്കിൽ
അത് നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. നമ്മുടെ മാക്സിമം പുള്ളിക്കാരന് കൊണ്ടുവരാൻ പറ്റും. അതിപ്പം ബ്രോയുടെ ട്രെയിനർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഞാൻ ഇപ്പൊ നോർമൽ. പിന്നെ എൻഹാൻസേഴ്സ് ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഈ കുത്തി വെച്ചിട്ട് ചുമ്മാ ഉറങ്ങി കഴിഞ്ഞാൽ രാവിലെ മുമ്പ് എടുത്തിരിക്കും. ഞാൻ കേട്ടുള്ള സ്റ്റിറോയിഡ്സ് ഒക്കെ ഷോൾഡറിൽ കുത്തി വെച്ച നമ്മുടെ ആന്റിജനിക് റിസപ്റ്റേഴ്സ് ഏറ്റവും റിസപ്റ്റേഴ്സ് ഉള്ളത് നമ്മുടെ ഡെൽറ്റോയിഡ്സിൽ കുത്തി വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാതിരുന്നാൽ നാച്ചുറലി മസിൽ ബിൽഡ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. 1% ടോഗി എന്ന് പറഞ്ഞൊരു ബോഡി ബിൽഡറിന്റെ അറിയാമോ? പുള്ളിക്കാരൻ എനിക്കറിയാം. പക്ഷെ ഈ ഇങ്ങനെ പറയുന്നത് 100% ഒരു ഉടായ്പ സാധനമാണ്. അത് ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു സാധനം നമ്മുടെ ബോഡി കുത്തി വെച്ച്, ഇപ്പൊ ഗ്ലൂട്ടാത്തിയോ വെളുത്തുള്ള ഒരു സാധനം നമ്മൾ കുത്തി വെച്ചിട്ട് ചുമ്മാ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെളുത്ത് വരും? ഇല്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഇൻടേക്ക് കൊടുക്കണം. നമ്മുടെ ആവശ്യം ഈ ഓറഞ്ചസ്, വാട്ടർമെലൺ, അതേപോലെയാണ് നമ്മുടെ ഈ സാധനം. ഈ ഇപ്പൊ ഒരു സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത ഒരാൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസിൽ വളരാനുള്ള ഇത് കൊടുക്കണം, മസിൽസിനെ വർക്ക്ഔട്ട് ചെയ്യിക്കണം, മസിൽസിനെ സ്ട്രെസ് ചെയ്യിക്കണം. പിന്നെ മെയിൻലി ഡയറ്റ്. ഇതൊന്നും ഇല്ലാതെ ഒരാള് ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും ഒരു ബോഡി ബിൽഡർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഈ കുത്തി വെച്ചിട്ട് ചുമ്മാ കുറെ കഴിച്ച് പെരുത്ത് വരുമെങ്കിൽ എല്ലാവരും കുത്തി വെച്ചാൽ പോയി. എനിക്ക് ചെറിയൊരു ഇതുണ്ട്. നമ്മൾ ഇത്ര നേരം ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്, വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് എന്ന് പറഞ്ഞു. ആൻഡ് ഇതൊക്കെ ഒരു അറിവില്ലാത്ത ഞാനിപ്പോ കാണുന്ന വ്യൂവേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. അപ്പൊ ഇപ്പൊ +2ലോ 10ലോ 50% of them won't be known. +2ലോ 10ലോ അല്ലെങ്കിൽ കോളേജിലോ കയറുന്ന സമയത്ത് he wants to build a body, he doesn't know anything about this, and he's going to a gym and his trainer is telling him പ്രോട്ടീൻ എടുക്കും, മറ്റേത് ട്രെയിൻ കുത്ത്, ഇത് കുത്ത്, മറ്റേത് കുത്ത്. ആൻഡ് ഇവരോടൊക്കെ റോക്കിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ട്രെയിനർ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ജിമ്മാണ്. യെസ്, എക്സാക്ട്ലി. ദിസ് ഈസ് ദ 100% വാട്ട് എനിക്ക് അത് തന്നെ പറയാം. എന്റെ ജിമ്മിൽ 2-3 ആശാന്മാരുണ്ട്. ജിമ്മിന്റെ ഓണർ ഉണ്ട്, മെയിൻ ഗൈ, 50 years old. ആശാൻ ഒന്നും പറഞ്ഞു ഞങ്ങളുടെ ബ്രിജേഷ് ആശാൻ എന്താ പേര്. ആശാൻ പറഞ്ഞ് വർക്ക്ഔട്ട് ചെയ്യും, ഫുഡ് കഴിക്കില്ല. പിന്നെ നീ ഒട്ടും ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ നല്ല ക്വാളിറ്റി അമേരിക്കൻ മസിൽ അതുപോലത്തെ പ്രോട്ടീൻ എടുത്ത് അതും നല്ല കോഴി ആവശ്യമുള്ളത്. പ്രീ വർക്ക്ഔട്ട് അതിന്റെ പിന്നെ പറയാം. ഗൈസ്, അപ്പം റോക്കി പറയുന്നത് ആൻഡ് ഇത്ര നേരം സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഹി ഈസ് എ നോളജബിൾ മാൻ ഓൺ ദിസ്. നിങ്ങൾക്ക് പറയുന്ന കേട്ടാലും എല്ലാം മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇവിടെ വരുന്നതും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചോദ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ do comment and he is ready to come back for more. And he is actually എന്താ പറയുക, ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവിലാണ് പുള്ളി വന്നേക്കുന്നത്. അതിലോട്ട് നമ്മൾ പതുക്കെ കടക്കും. So let's talk about enhancers. Yes. ഇതിലിപ്പം ഞാൻ പോയിക്കൊണ്ട ഒരു ജിമ്മുണ്ട്, എസ്ക്വയർ ഫിറ്റ്നസ് ശ്രീകാര്യ. അതില് ഞാൻ പറയാം, ഈ ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് കിട്ടാൻ പറ്റുന്ന ഒരു ട്രെയിനറാണ് അജീഷ് ഏട്ടൻ. അതായത് പുള്ളിക്കാരനായിരുന്നു എന്റെ ട്രെയിനർ. പുള്ളിക്കാരൻ സാധാ ഇപ്പം വലിയ ജിമ്മുകളിൽ മേടിക്കുന്ന പോലെ PT എമൗണ്ട് ഒന്നും മേടിക്കില്ല. പുള്ളിക്കാരന്റെ പാഷനാണ് ഈ ജിം എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഫിറ്റ്നസ് ആണ് ഗോൾ എന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻഹാൻസേഴ്സിന്റെ പുറകെ പോകരുത്. ഫിറ്റ്നസ് ആണെങ്കിൽ നീ വർക്ക്ഔട്ട് ചെയ്യുക, പ്രോപ്പർ ഫുഡ് കഴിക്കുക, നടക്കുക. അതില്ല ബോഡി ബിൽഡിംഗ് ആണ് നിന്റെ പാഷൻ എങ്കിൽ ഉറപ്പായിട്ടും നാച്ചുറൽ ബോഡി ബിൽഡിംഗും ഉണ്ട്, നമ്മുടെ ഈ എൻഹാൻസ്ഡ് ബോഡി ബിൽഡിംഗും ഉണ്ട്. അപ്പൊ നാച്ചുറൽ ആണെങ്കിൽ ആ പുള്ളിക്കാരൻ നമുക്ക് ആവശ്യമുള്ള എല്ലാം പറഞ്ഞു തരും. ഈ ഡയറ്റ് പറഞ്ഞു തരും, പ്രോപ്പർ ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മളെ എക്സോസ്റ്റഡ് ആവത്തില്ല. പ്രോപ്പർ ഡയറ്റ് പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു തരും. അതേപോലെ തന്നെ ബാലൻസ്ഡ് കാലറീസ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ എൻഹാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ അതിന് എങ്ങനെയൊക്കെയാണ് ഡയറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു പ്രൊമോഷൻ ആയിട്ട് കാണണ്ട. Gonna be no promotion in this channel. ഈ ചാനലിൽ ഇപ്പോഴുമില്ല, ഇനിയില്ല. ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇവ എല്ലാം റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇത്രയും റിസർച്ച് ചെയ്യുന്ന ആള് പോയ ഒരു ജിമ്മാണ്. യെസ്, അത് ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പം ഇത് അതിന്റെ പരസ്യമൊന്നുമില്ല, എനിക്ക് അതിനകത്ത് ആരും അറിയത്തില്ല, ഇവരും അറിയത്തില്ല. ഞാനും ഇന്നാണ് കേൾക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു
ഇക്ക ഉണ്ടെന്നും ഇങ്ങനെ ഒരു ചേട്ടനുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പ്രോട്ടീൻ ഒന്നും നീ എടുക്കണ്ട, നീ വിഷം കുത്തി വെക്കണ്ട, അത് കുത്തി വെക്കണ്ട എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ദിസ് ഷുഡ് ബി ടോക്ഡ് അബൌട്ട്. കാരണം ഞാൻ പോയ ജിമ്മിൽ വരെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, പോയി 2ാമത്തെ ആഴ്ച പുള്ളി എന്നോട് പറയുന്നത് ടേക്ക് പ്രോട്ടീൻ പൗഡർ, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി മടിയനൊക്കെ ആയിരുന്നു. സോ ഹി വാസ് ട്രൈങ് ടു ഗെറ്റ് മണി. എന്നോട് പറഞ്ഞു പ്രോട്ടീൻ പൗഡർ എടുത്ത് വീട്ടിൽ ചെയ്താൽ മതി, നീ എല്ലാ ദിവസവും വന്നില്ലേലും സീനില്ല. അങ്ങനെ പറഞ്ഞ ഒരാള് അത് എന്തോരം തെറ്റാണെന്ന് മനസ്സിലാക്കിയ എനിക്ക് പുള്ളി ഇങ്ങനെ ഒരു ട്രെയിനറിന്റെ കാര്യം പറഞ്ഞപ്പോ ഹി ഈസ് നോട്ട് ട്രൈങ് ടു ഡ്രഗ് യങ് യൂത്ത്, അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നുമല്ല പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെയിൻ കാര്യം ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം, അതേപോലെ പുള്ളിക്കാരൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പം എന്റെ ഒരു പാരമ്പര്യത്തില് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാഷനാണ് ബോഡി ബിൽഡിങ്, നിനക്ക് അതിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻഹാൻസ്ഡിലാണ് നീ ഇറങ്ങാൻ താല്പര്യമെങ്കിൽ അങ്ങനത്തെ ഒരു ഇപ്പൊ ട്രെൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ ഗോഡ് ഓഫ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റിറോയിഡ് ആണ്. അപ്പൊ ആ ഒരു സാധനം കുത്തി വെച്ചാൽ, പുള്ളിക്കാരൻ പറഞ്ഞു തന്നു, ആ ഒരു സാധനം കുത്തി വെച്ചാൽ ഇപ്പൊ എന്റെ അച്ഛൻ 60 വയസ്സിൽ വന്നൊരു ക്യാൻസർ അത് ട്രിഗർ ചെയ്ത് നമുക്ക് 30 വയസ്സിൽ വരും. ട്രെൻഡ് is such a disaster, guys. അത് എങ്ങനെ ഇത്ര മാർക്കറ്റഡ് ആയത്? Bro, is trend illegal? Yeah, What the fuck? പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് കിട്ടും. ഇപ്പൊ ഞാൻ ഈ സാധനം വാങ്ങിച്ച് കുത്തി കഴിഞ്ഞാൽ എന്റെ മസിൽ ഡെഫിനിഷൻ കൂടും, പക്ഷെ എന്റെ അസുഖങ്ങളെല്ലാം പകുതി വയസ്സുകൊണ്ട് എനിക്ക് കിട്ടും. 50 വയസ്സിൽ വരാനുള്ള പ്രശ്നങ്ങൾ എനിക്ക് 25-ൽ വരുമെന്നുള്ളത് ഇസ് ദാറ്റ് ലീഗൽ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ പാഷൻ. നമുക്ക് ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, അവർക്ക് റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പോയത്. ഇപ്പൊ ഈ വർഷത്തെ ഒളിമ്പിയും അങ്ങനല്ലേ, സീവമല്ലേ, സീവം തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂല് പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്, 1 cycle of trend is enough to ruin your life. 1 cycle of trend. 1 cycle means 1 dose. 1 dose അല്ല, 1 dose അല്ല, ആ ഒരു സൈക്കിൾ ചിലപ്പോൾ 10 ഷോട്ട്സ്. നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് സൈക്കിൾ മതി നിങ്ങളുടെ ലൈഫ് റൂയിൻഡ് ആവാൻ. സീവം പറഞ്ഞിട്ടുള്ള എപ്പോഴും ഇതാ, എൻഹാൻസ്ഡ് ബോഡി ബിൽഡിങ്ങിന് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്, ഇഫ് യു ആർ നോട്ട് മോണിറ്റൈസിങ്, ഇപ്പൊ നിങ്ങൾക്ക് ഫെയിം കിട്ടുന്നില്ല, സീവം പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രെൻഡ് എടുക്കുന്നത് നിങ്ങൾ മണ്ടനാണ് സീവം പറഞ്ഞിട്ടുള്ളത്. അതൊരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഇപ്പൊ ഈ ചുമ്മാ നമ്മളിപ്പം ഇപ്പോഴത്തെ യൂത്ത് കുറെ പിള്ളേരുണ്ട്, അവരെന്ത് ചെയ്യുന്നത് ഈ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ സ്റ്റോറി ഇടാൻ ചുമ്മാ ഇത് കുത്തി വെക്കും, വന്ന് നിൽക്കും, അവര് പോകും. ഞാൻ മാവ് ഒരു കുത്തിച്ചിട്ടുള്ള കഥയൊക്കെ മാവ് പിള്ളേർക്ക് ഒരു തേങ്ങയില്ലാതെ കുത്തി നോക്കണ്ട, ഇവന്മാരൊക്കെ പറ്റിച്ച് കുടിക്കണ കഥയൊക്കെ. അന്ന് എന്തോ മാവിന്റെ കഥ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഇതേപോലെ കുറെ സ്റ്റിറോയിഡ്സ് ഉണ്ട് മാർക്കറ്റ്സില്. അതാ ഞാൻ പറയുന്നത്, ഈ പിള്ളേരൊക്കെ ചുമ്മാ ഇത് ഒരു ഒന്നാമത്തെ കാര്യം, ഈ ബ്ലഡ് വർക്ക് എന്ന് പറഞ്ഞ സാധനം ഒരുത്തരം ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ അവന്റെ ബോഡിയിൽ എന്താണ് അവനുള്ളത്, എന്ത് അസുഖമാണുള്ളത്, എന്ത് അലർജിയാണുള്ളത് ഒന്നും നോക്കാതെ ഇവൻ നേരെ കുത്തി വയ്ക്കും, അവൻ എന്തെങ്കിലും അസുഖം വരും. ഇല്ല, ഇവൻ ചുമ്മാ ഒരു ദിവസം സെൽഫി എടുത്തിടും, അടുത്ത ദിവസം ഇവൻ കിടപ്പിലാവും, പിന്നെ ഇവന്റെ വീട്ടുകാരെ അവനെ നോക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവന്റെ ഫാമിലീസിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയുന്നത് we are seeing lot of failed gym guys around us. In ട്രിവാൻഡ്രത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ ജിമ്മന്മാരുണ്ടെങ്കിൽ ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. they should be in a decline. കുറച്ചു പേരെങ്കിലും കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ഇതൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ റീൽസിലൊക്കെ കാണുന്നുണ്ട്. ജിമ്മിൽ നിൽക്കുന്ന പൊളപ്പന്മാര് ഒറ്റ അടി തറയിൽ വീഴുന്നു, തീരുന്നു. Why is this happening? നമ്മളെന്തോ ആരും why are we not concerned about? പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷെ വർക്കിംഗ് ഔട്ട് ആൻഡ് ബോഡി ബിൽഡിംഗ് ഇസ് സച്ച് എ നെഗറ്റീവ് ട്രെൻഡ്. അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് വരെ മാറ്റുന്ന ഒരു സാധനമാണ്. അടിപൊളിയാണ്. Literally each and every day you are pushing yourself. Yes, and do it in the right way. അതെ, ഞാൻ എന്റെ ബ്ലഡ് വർക്ക് ടെസ്റ്റ് ചെയ്ത് എനിക്ക് സോഡിയം ഡെഫിസിറ്റ് ആയിട്ട് മനസ്സിലായി. ഞാൻ രാവിലെ ഉപ്പുവെള്ളം കുടിച്ചിട്ട് വർക്കൗട്ട് ചെയ്തു. Wonders have worked to me. Guys, അതാണ് പറയുന്നത്. ഓരോ ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നവൻ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യരുത്. ചിലപ്പോ അവൻ ചെയ്യുന്നതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ഗുണം വരുന്നത്. സോ അതുകൊണ്ട് റോക്കി പറയുന്ന പോലെ ബ്ലഡ് വർക്ക് ചെയ്യുക, മറ്റേ RFT DFT അതെല്ലാം ചെയ്യുക.
എന്നിട്ട് ഇത് അറിയാവുന്ന ഒരാളെ പോയി കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളോട് കാര്യങ്ങൾ ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ കാശിന്റെ ആർത്തി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ വിളിച്ചേ നീ ഉപ്പുവെള്ളം കുടിക്കുക, നിനക്ക് സോഡിയം ഇല്ല, നീ ഉപ്പുവെള്ളം കുടിച്ചാൽ അല്ല ട്രെയിനേഴ്സ് നല്ല ട്രെയിനേഴ്സ് മിക്കപ്പോഴും ബ്ലഡ് വർക്ക് ചെയ്യാൻ. ബ്ലഡ് വർക്ക് എന്റെ ട്രെയിനർ അജീഷേട്ട ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് വർക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിപ്പോ നാച്ചുറലി ഞാൻ ചെയ്തിട്ടുണ്ട്. നാച്ചുറലി ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് നാച്ചുറലി ചെയ്യുമ്പോഴേ നമുക്ക് ഡയറ്റ് എടുക്കണം. അപ്പൊ ഡയറ്റ് എടുക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് വർക്ക് ചെയ്തിട്ടേ ഡയറ്റ് എടുക്കുക. എന്നാലും എങ്ങനെയുള്ള ഡയറ്റ് ആണ് എടുക്കുന്നത് നമുക്ക് അറിയാവൂ. എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ കഴിച്ചുകൂടാന്ന് നമുക്ക് ബ്ലഡ് വർക്ക് ചെയ്താലല്ലേ നമ്മുടെ ബോഡിയിൽ മാഗ്നീഷ്യം ആണോ വേണ്ടുന്നത്, കാൽസ്യം ആണോ വേണ്ടുന്നത് എന്ന് അറിയാവൂ. അല്ലാതെ എന്തെങ്കിലും ആയി തിന്ന് അസുഖം വന്ന് 35-ാമത്തെ വയസ്സിൽ കിടപ്പായി കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇങ്ങനെ ആവുന്നുണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഇഫ് യു തിങ്ക് സ്ട്രെസ്സിങ് യുവർ മസിൽസ്, അതിനകത്തൊക്കെ ഒരു ഡോക്യുമെന്റ് കണ്ടത് ഐ റെസ്പെക്ട് മസിൽസ് സ്ട്രെസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പറയാൻ പോവാ ഗൈസ് ട്രൈ ബോക്സിംഗ്. ലിറ്ററലി അത് ഇവർ രണ്ടുപേരും പ്രോ ബോക്സിംഗിലോട്ട് പോവാണ്. ഞാൻ വെരി അമേച്ചർ ബിഗിനർ. പക്ഷേ ഞാൻ പറയാൻ പോവാ സി ഡ്രഗ്സ് അലൗഡ് ആയിട്ട് ഒറ്റ സ്പോർട്ട് ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. ലിറ്ററലി ബോഡി എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് ട്രെയിനിങ് ടെസ്റ്റ് ഒക്കെ അടിച്ചിട്ട് അവരുടെ ചെസ്റ്റിൽ നിന്ന് ആണുങ്ങളുടെ ചെസ്റ്റിൽ നിന്ന് പാല് വരും. അത് അതെനിക്കറിയാമോ? ഇതെല്ലാം ഞാൻ പറഞ്ഞ ബേസിക്കലി ബ്ലഡ് വർക്ക് ഇത് ചെയ്യണം. അവന്റെ ബോൾസിൽ പിന്നെ വേറെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഹിസ് ഈസ്ട്രോജൻ ഈസ് കമ്മിങ് അപ്പ്. അതെന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ടെസ്റ്റോസ്റ്ററോൺ, അത് എക്സ്റ്റേണൽ ഹോർമോണാണ്. നമ്മുടെ ബോഡി ഓൾറെഡി ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ഹോർമോൺ കുത്തിവെക്കുമ്പോൾ നമ്മുടെ ബോഡി എന്ത് വിചാരിക്കും, പുതിയ പുറത്തുനിന്ന് കുത്തിവെക്കുന്നുണ്ട്, നമുക്ക് വേണ്ട. അതെ, എന്റെ പണി ഞാൻ ഇനി ചെയ്യണ്ട, പുറത്തുനിന്ന് അവർ എന്തായാലും എടുക്കുന്നു. നമ്മുടെ ബോഡി ലേസിയാണ്. അതെ, പുറത്തുനിന്ന് അവ എടുക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇനി എന്റെ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്യും. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഷട്ട് ഡൗൺ ചെയ്ത് ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ സൈക്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റേണൽ ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കുന്നില്ല. അപ്പോൾ ബോഡി നിർത്തിയിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്നത് നിർത്തി. അപ്പൊ എന്ത് സംഭവിക്കും? ടെസ്റ്റോസ്റ്ററോൺ ലെവൽ താഴ്ന്നു പോകും. മെന്നിന്റെ ബോഡിയിൽ ഈസ്ട്രോജൻ ലെവൽസ് ഉണ്ട്. ആ ഈസ്ട്രോജൻ ലെവൽ റൈസ് അപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഗൈനക്കോമാസ്റ്റിയ വരും. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണാവും. അത് പിന്നെ കളയണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് സർജറി ചെയ്യണം. ലിപ്പോസക്ഷൻ എന്ന് പറയുന്ന സർജറി ഉണ്ട്, അത് ചെയ്യണം. Is this happening around us? And nobody is talking about this. പക്ഷേ വേറെ സംഭവമുണ്ട്. എനിക്ക് വന്ന് ട്രെൻഡ് എടുക്കാത്ത സാധാരണ ആൾക്കാർക്ക് ഒരുപാട് ട്രെൻഡ് എടുക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ മാത്രമേ എടുത്തോളൂ. അത് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗൈനക്കോമാസ്റ്റിയ ഉള്ള ആക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ. ഗൈനക്കോമാസ്റ്റിയ ഈസ് വെരി കോമൺ. ചൈൽഡ്ഹുഡിൽ തന്നെ ഓടി കളിക്കാത്ത ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ആവാത്ത പിള്ളേർക്ക് വരുന്ന സംഭവം. ഈ ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞ വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മള് ഇതേപോലെ ഈ പിള്ളേർ ഒന്നും അറിഞ്ഞൂടാ, ഈ ബോഡി ഡിസ്മോർഫിയ എന്ന് കേട്ടില്ലേ? അതായത് ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്നിട്ട് മിററിൽ പോയി നോക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഷോസ്റ്റോയിലിരിക്കും. പക്ഷെ നമുക്ക് സൈസ് കാണും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫിസിക്കിലോട്ട് എത്തുന്നില്ല. അപ്പൊ ഇവരെന്ത് വിചാരിക്കും? ഞാൻ ഇനി എത്ര ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റിറോയിഡ് കുത്തിവെക്കും. അങ്ങനെ ഇവര് കുത്തിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ബോഡിയിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് താന്നു പോകും. അപ്പോൾ ഇവര് വേറെ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല, റിസർച്ച് ചെയ്യുന്നുമില്ല. ഈ നമ്മൾ എപ്പം നമ്മുടെ ബോഡിയിൽ ഒരു എൻഹാൻസേഴ്സ് യൂസ് ചെയ്തോ അതിനുശേഷം PCT എന്ന് പറഞ്ഞൊരു സാധനമാണ്, പോസ്റ്റ് സൈക്കിൾ തെറാപ്പി. ഈ ഒരു സാധനം നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. എല്ലാ കാശുള്ള ബോഡി ബിൽഡേഴ്സും ചെയ്യുന്ന ഒരു സാധനം. അതെ, നിങ്ങളൊന്നും ഇത് കേട്ടിട്ട് പോലും കാണുന്നില്ല. നിങ്ങളുടെ ട്രെയിനർ പറഞ്ഞിട്ട് മറ്റേതും മറിച്ചതും എല്ലാം കുത്തി വെച്ചിട്ട് വീട്ടിൽ പോകും, 10 കൊല്ലം കഴിയുമ്പോൾ മൂഞ്ചു. അപ്പം ഈ പറയുന്നത് കേട്ടോ. PCT എന്ന് പറഞ്ഞൊരു സാധനം, പോസ്റ്റ് സൈക്കിൾ തെറാപ്പി. ഈ ക്ലോമോയിഡ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസിനെ ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനുള്ളതാണ്. അതായത് നമ്മുടെ ബോഡി ഷട്ട് ഡൗൺ ചെയ്ത് വീണ്ടും നമ്മുടെ ബോഡിയെ ഉണർത്തിയെടുക്കുക, ഇത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. ടെസ്റ്റോസ്റ്ററോൺ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു, വീണ്ടും നമ്മുടെ ബോഡിയെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റേഴ്സ്, അത് നാച്ചുറൽ അശ്വഗന്ധ ഉണ്ട്, ശിലാജിത്ത് ഉണ്ട്, ഗോക്ഷർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റേഴ്സ് ഗുളിക കിട്ടും. അതിനൊപ്പം തന്നെ ഈസ്ട്രോജൻ സപ്രസർ ഗുളികയും കഴിക്കണം.
കാരണം ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ഇത് നിർത്തി കഴിയുമ്പോൾ ഈസ്ട്രോജൻ കൂടിപ്പോകും. അത് കൂടല്ലേ, അത് നിർത്താനായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനായിട്ട്. ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്, മെയിൽ ഫീമെയിൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കൂടി ഇരുന്ന് ഈസ്ട്രോജൻ താന്നിരുന്നാൽ ഇറ്റ് വിൽ ബി എ മെയിൽ ഡോമിനന്റ് ബോഡി. ആൻഡ് ഇഫ് ദി ലെവൽ ഗോസ് അപ്പ് ഓർ ദിസ് ലെവൽ ഗോസ് ഹൈ, ഈസ്ട്രോജൻ ആണ് മുകളിൽ നിൽക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഫീമെയിൽ ഓറിയന്റഡ്. സൈക്കോളജി ബാധിക്കുമോ അതോ ബോഡി ഈ എക്സ്ട്രീം ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ടിസോൾ ലെവൽസ് ഉണ്ടല്ലോ, അത് ബ്രോ അതാണോ ഞാൻ ജിമ്മിൽ പോകുമ്പോ ഈ പിങ്ക് ഗ്ലൗസും ബാർബി ബാഗും ഒക്കെ ഇട്ട് വന്ന് ജിമ്മ? സോറി ഗൈസ്, സോറി. പക്ഷെ കോർട്ടിസോൾ ലെവൽസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. കോർട്ടിസോൾ ലെവൽ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു സ്ട്രെസ് ഹോർമോൺ. ഒരു മെയിൽ ബോഡിക്ക് എപ്പോഴും ഒപ്റ്റിമം ആയിട്ട് എപ്പോഴും കോർട്ടിസോൾ ലോവർ ആയിട്ട് ഇരിക്കുന്നാലേ ടെസ്റ്റോസ്റ്ററോണും നമ്മുടെ ഹൈപ്പർ ഫോക്കസും കാര്യങ്ങളും ഒക്കെ പക്കയായിട്ടിരിക്കും. സോ ഐ തിങ്ക് ഞാൻ എന്റെ എക്സ്പീരിയൻസ്, ഞാൻ എക്സ്ട്രീം ഡയറ്റ് എടുത്തപ്പോൾ എന്റെ കോർട്ടിസോൾ ലെവൽസ് ഭയങ്കരമായിട്ട് കൂടിയത്. കോർട്ടിസോൾ ഇസ് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ വേണം പറയാൻ. കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും cortisol is the primary reason for stress. Okay, okay. അപ്പം നമ്മൾ എക്സ്ട്രീം ഡയറ്റ് എടുക്കുമ്പോൾ സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ നമ്മുടെ ടെസ്റ്റ് കുറയും, ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ കുറയും. നമുക്ക് എപ്പോ സ്ട്രെസ് കൂടുന്നു അപ്പൊ നമ്മുടെ ഹോർമോൺ ലെവലിൽ ഫ്ലക്ച്വേഷൻ വരും, ടെസ്റ്റ് താഴെ പോകും. നമുക്ക് ഈ കൊളസ്ട്രോൾ, ചില ആൾക്കാർ പറയും കുറെ മുട്ടയുടെ മഞ്ഞ കയറുന്ന കൊളസ്ട്രോൾ കൂടിയോ, ഒന്നുമല്ല. സ്ട്രെസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും. സത്യം അങ്ങനെയുണ്ട്. Yeah, people don't know about this. Guys, you guys should hear. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി. എപ്പോഴും കഴിക്കുന്ന ആഹാരത്തിൽ മാത്രമല്ല ഈ പറയുന്ന ഫാക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, കാരണം അത് ഒത്തിരി പേർക്ക് കേൾക്കണമെന്നുണ്ട്. നമ്മുടെ വീട്ടുകാര് കുറെ പണ്ടോട്ടുള്ള ഈ കേട്ട് വരുന്ന മിത്ത, ഈ മുട്ടയുടെ മഞ്ഞ തിന്ന കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും, നമ്മുടെ ഇപ്പൊ എന്താ വെള്ളം അടിച്ചാൽ കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും, അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും. അത് ഈ മുട്ടയായിട്ടും അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാത്ത കംപ്ലീറ്റ് ഹോർമോൺ. അപ്പൊ സ്ട്രെസ് ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യൂല്ലേ? കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും, നമ്മുടെ മെയിൻ ഹോർമോൺ ലോ ആവും. അപ്പൊ ബോഡി ഫുള്ളി ഫക്ട് ആവും. ഉറപ്പായിട്ടും. അത് എനിക്കൊന്നും പറ്റിയതാ, എനിക്ക് പക്കായിട്ട് എനിക്കൊന്നും പറ്റിയതാ. ഞാൻ വിചാരിച്ച എക്സ്ട്രീം ഡയറ്റ് ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ടെസ്റ്റോസ്റ്ററോൺ പീക്കിലോ എന്റെ മസിൽ റിക്കവറി, മസിൽ പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇൻ റിയാലിറ്റി എന്റെ മെന്റൽ ഹെൽത്ത് ഫ്രെഡ് ആയി, അതേപോലെ എന്റെ കോർട്ടിസോൾ ലെവൽസ് ആയി. ഞാൻ കണ്ടത്, ഐ വിറ്റ്നസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഔട്ട്കം. ഞാൻ ചോദിച്ചോട്ടെ, what forced you to take this extreme diet in the first place? Was it your decision or was it? Yeah, my decision. എന്റെ ഫാറ്റ് ഫോബിയ. Okay. പക്ഷേ ഞാൻ ബ്ലഡ് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നപ്പം I didn't have any knowledge about these things. ഞാൻ എന്റെ ചുറ്ററിവിൽ നിന്നും കേട്ടറിവിൽ നിന്നുമാണ് പ്രവർത്തിച്ചത്. ആ കേട്ടറിവും ചുറ്ററിവും എവിടുന്നാന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, അത് എനിക്ക് പണി കിട്ടി. I learned my lessons. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാള് ഒരു സാധനം വായിൽ, ഇപ്പൊ സിഗരറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും ഒരാൾക്ക് ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആണ് അത് കുടിക്കണോ കുടിക്കണ്ടോ. Exactly. Yeah. അപ്പം if you guys are fighting demons, understand the main demon is you. ഞാൻ വേറൊരു സാധനം കേട്ടിട്ടുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ 1000 mg 1000 st അങ്ങനത്തെ ഒരു കൗണ്ട് ഉണ്ടല്ലോ ബോഡിയില്. അതിന് മേളിൽ പോകുമ്പോൾ നമുക്ക് ആണുങ്ങൾക്ക് എസ്പെഷ്യലി അവരുടെ വിഷൻ, മെന്റൽ ക്ലാരിറ്റി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്കയാവും. അത് ഞാൻ കൂടുതലും കേട്ടുള്ള ബോഡി ബിൽഡേഴ്സിന്റെ അടുത്തുണ്ടാ. പക്ഷെ അത് അവര് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയില്ല. യു ഹാവ് എനി നോളജ് അബൌട്ട് ദാറ്റ്? ടെസ്റ്റോസ്റ്ററോൺ ബേസിക്കലി എന്തുവാ നമ്മുടെ ബോഡി ചെയ്യുന്നത് അറിയില്ല. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതെ, അതില് മെയിൻലി നമ്മുടെ മെയിൽ ഡോമിനന്റ്. അപ്പൊ നമുക്ക് വരുന്ന അഡ്രിനാലിൻ റഷ്, ഇതെല്ലാം ടെസ്റ്റോസ്റ്ററോണിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ നമ്മുടെ നോർമൽ ബോഡി ലെവലുള്ള ടെസ്റ്റോസ്റ്ററോൺ, അഡ്രിനാലിൻ ജങ്കീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്കിനകത്ത് ഹൈ ഓൺ ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ബോഡിയിലുള്ള നോർമൽ ടെസ്റ്റോസ്റ്ററോൺ റേഞ്ച്, അത് ഞാനിപ്പോ ബ്ലഡ് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിഞ്ഞത് 3 to 7 വരെയാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ. അപ്പൊ ഈ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ ഈ 3 to 7 എത്ര വരെ പോകുന്നു എന്ന് ഗസ് ചെയ്യാൻ പറ്റും? 15-20.
80 to 90 rupees ആണ്. What the fuck, guys? അപ്പൊ ഞാൻ 100 ആയിരിക്കും കേട്ടത്. 80 to 90 ഷൂട്ടപ്പ് ചെയ്യും ടെസ്റ്റോസ്റ്ററോൺ ലെവല്. അങ്ങനെയൊക്കെ ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഡോമിനൻസ് എന്തോരം പോകും ആലോചിച്ചു. So അങ്ങനെ പോകുമ്പോ what is happening to the guy? നമ്മുടെ പെർസ്പെക്റ്റീവില് ഇപ്പോഴത്തെ എന്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് ഈ 100 ടെസ്റ്റോസ്റ്ററോൺ വന്നു, ഞാൻ ഈ എക്സ്ട്രാ മരുന്നെല്ലാം അവിടെ കുത്തിവെച്ചു. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ബി? നമുക്ക് ആങ്കർ ഇഷ്യൂസ് ഭയങ്കര സീനാട്ടോ. ജിമ്മിൽ പോയിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കിട്ടിയ അമ്മ ചോറിന് അത് എനിക്ക് ജിമ്മിൽ പോയിട്ട് രാവിലെ ജിമ്മിൽ പോയിട്ട് അമ്മ ചോറിന് അമ്മ ഇവരുടെ ചൊറിയത്ത് പോലില്ല. സത്യം നോട്ട് ഫൺ. അതെ ലിറ്ററലി അതൊന്നും നമ്മൾ സമ്മതിക്കത്തില്ല. അല്ല ഞാൻ ശരിക്കും പറഞ്ഞ അത് ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോ 10 2 മണിക്കൂർ കഴിയുമ്പോ നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ താഴ്മ റിഗ്രറ്റ് അടിക്കും. പക്ഷെ അപ്പൊ ഭയങ്കര ആംഗർ ഇഷ്യൂസ് ഹോർമോൺ സ്പീക്ക്. അപ്പം ഒന്ന് ആംഗർ ഇഷ്യൂസ്, പിന്നെ എൻഹാൻസിംഗ് ഡ്രഗ്സ് മെയിൻലി നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസിനെയാണ്. ടെസ്റ്റോസ്റ്ററോൺ എത്രത്തോളം കൂട്ടും അത്രത്തോളം മസിൽ മാസ് കയറും നമുക്ക്. മസിൽ മാസ് റിക്കവറി ബിൽഡിംഗ് മാസ്കുലിനിറ്റി ഫിസിക്കലി ആൻഡ് മെന്റലി കൂട്ടും. ഓഫ് കോഴ്സ് ടെസ്റ്റോസ്റ്ററോൺ ബേസിക്കലി നമ്മുടെ ബോഡി ചെയ്യുന്നത് നമ്മുടെ മസിൽ വോളിയത്തെ മാക്സിമൈസ് ചെയ്യും. ഇപ്പൊ ഇത്ര ഉള്ളൊരു ഡെൽറ്റോയിഡ് മെന്റലി എന്ന് പറയുന്നത് വരും. അതിന് ഡെഫിനിഷൻ വരുത്തണം, അല്ലെങ്കിൽ അത് നമ്മൾ കൊത്തി വെച്ച പോലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആണ് ഈ ട്രെൻഡ്. സോ ഇപ്പൊ കാണുന്നവർക്ക് പലർക്കും ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്തു, അടിച്ച് പേടിപ്പിച്ച് ട്രെൻഡും കാര്യങ്ങളൊക്കെ ചെയ്ത് റിസ്ക് എടുത്ത് ഇതൊക്കെ ചെയ്ത് യു ഹാവിങ് യുവർ ഡ്രീം ബോഡി, വാട്ട് ഹാപ്പൻസ് വെൻ യു സ്റ്റോപ്പ് ദിസ് ഡ്രഗ്സ്? ഈ ഡ്രഗ്സ് സ്റ്റോപ്പ്, അത് നമുക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ റീൽസിൽ വരും, ഗൂഗിൾ ക്രോമിൽ എല്ലാത്തിലും. ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ പറഞ്ഞ പോലെ PCT ചെയ്യണം. PCT ചെയ്യണം. അതിനുശേഷം നമ്മള് വർക്കൗട്ട് നിർത്താൻ പറ്റൂല. വർക്കൗട്ട് അല്ല, ഞാൻ ചോദിക്കുക, ഒരു ഇതെല്ലാം അടിച്ച് തിരുത്തു, അല്ലെങ്കിൽ ഹാവിങ് എ ഫാമിലി എമർജൻസി ഓർ an emergency situation, he is not available to do anything for the next 6 months. What is happening to him? നമ്മൾ ഒരു ബലൂൺ ഊതി ഉറപ്പിച്ചിട്ട് അത് വിട്ട് കളഞ്ഞെങ്കിലും really ഇതേപോലെ നമ്മൾ സൈസ് കയറ്റിക്കൊണ്ട് വന്ന് കട്ടയാക്കി വെച്ച് എല്ലാം അത് മൊത്തം പോകും. Nothing will remain. മസിൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുള്ളത് കൊണ്ട് ഇത് എല്ലാം ഇറങ്ങിപ്പോകും. നമ്മുടെ ബോഡിയിലെ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ട്രെങ്ത് റിമൈൻ ചെയ്യും, നമ്മുടെ മസിൽ മെമ്മറി റിമൈൻ ചെയ്യും. അപ്പൊ ഈ ഇറങ്ങിപ്പോയ സാധനം നമുക്ക് വിത്തിൻ 1 മന്ത് വീണ്ടും റീഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ പണ്ടത്തെ അത്രയല്ല, ആവശ്യത്തിന് നമ്മള് നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് അതേപോലെ തിരിച്ചു വരും. നാച്ചുറൽ സ്റ്റേ ചെയ്യും, എൻഹാൻസ്ഡ് ബലൂൺ പോലെ. എൻഹാൻസ്ഡ് എൻഹാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈമത്തേക്ക് വേണ്ടി നമ്മുടെ ബോഡി നമ്മള് കണ്ടീഷൻ ഞാൻ വേറെ സംഭവം കണ്ടിട്ടുണ്ട്. ഷുഗർ കട്ട് ഡയറ്റ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര വയസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞ 2 ദിവസത്തേക്ക് ഷുഗർ കട്ട് എടുക്കും. പക്ഷെ അതൊക്കെ മണ്ടത്തില് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ഷുഗർ കട്ട് ചെയ്ത് എന്ത് പറ്റും? നമ്മള് എനിക്ക് ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത്, എന്റെ കൂട്ടുകാരന്മാർ ഷുഗർ കട്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ ആപ്പിൾ ഓറഞ്ച് തിന്നാത്ത വരുന്നുണ്ട്. ഈ പ്രോസസ്ഡ് ഷുഗർ അല്ലാത്ത ബാക്കി എല്ലാ ഷുഗറും നിങ്ങൾക്ക് കഴിക്കുക. ആസ് ഷുഗറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും. ഇൻസുലിൻ പ്രൊഡക്ഷൻ ട്രാൻസ്ലേറ്റ്സ് ടു മോർ ഫാറ്റ്, എന്താ സ്റ്റോറേജോ അങ്ങനത്തെ ഒരുപാട് കൺവേർഷൻ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഫൈബർ ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ്സ് അതേപോലെ ഹൈ ഫൈബർ ഉള്ള സാധനം, ഹൈ ഫൈബർ ആണെങ്കിൽ ഇറ്റ് വെരി മച്ച് നാരോസ് ദി ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഈ ഫൈബർ ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരും. ഈ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഫുൾ ഷുഗർ കട്ടും കാർബ് കട്ട് ചെയ്ത് പ്രോട്ടീൻ മാത്രം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ ഹീറ്റ് റൈസ് ചെയ്യും. ഹീറ്റ് റൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. പിന്നെ രാവിലെ ഇരുന്ന് മുക്കേണ്ടി വരും. ഹീറ്റ് റൈസ് ചെയ്യുമ്പോൾ വേറെ സാധനമുണ്ട്. ആണുങ്ങളുടെ ടെസ്റ്റിക്കിൾസ് എപ്പോഴും ലോവർ ബോഡി ടെമ്പറേച്ചറിലായാലും എപ്പോഴും തണുത്തിരിക്കണം സാധനം. ഗൈസ് കീപ് യുവർ ബോൾസ് കൂൾ. സത്യമായിട്ടുള്ള കാര്യമാണ്. എക്സ്ട്രീം ടെമ്പറേച്ചറിൽ നിങ്ങൾ എപ്പോഴും, നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ ചൂടുള്ള ഒരു ബൈക്കിന്റെ സീറ്റിൽ, പഴുത്തിരിക്കുന്ന ഒരു ബൈക്കിന്റെ സീറ്റിൽ പോയി ഇരിക്കുന്നത് ഈസ് എക്സ്ട്രീംലി ഹാർംഫുൾ ടു യുവർ ബോൾസ് and you are significantly reducing your chance of having a baby in the future. അതെ, sperm production നല്ല drastically കുറയും. അതെ, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യം എനിക്ക് ഈ സമയത്ത് പറയണം. ഗൈസ്, ഷുഗർ വില്ലൻ അല്ല.
the only villain here is the വെള്ളപ്പൊടി. പ്രോസസ്ഡ് എന്നൊന്നും പറയല്ലോ, ഒരു വെള്ളപ്പൊടി നമ്മുടെ എല്ലാ വീട്ടിൽ ഇരിപ്പുണ്ട്, ഒരു വെള്ളപ്പൊടി. ഗൈസ്, ഇറ്റ്സ് എ ഡ്രഗ്. എടുത്ത് ദൂരെ എറിയുക. ഞാൻ ജസ്റ്റ് എക്സ്പെരിമെന്റ് പറയാം. നിങ്ങളൊരു എന്റെ അത്ര നിങ്ങളൊരു 3 ദിവസം 4 ദിവസം ഷുഗർ കഴിക്കുകയായിരിക്കും, എന്നിട്ട് ഒരു മധുരമുള്ള മുട്ട കഴിക്കും. നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ ലെവൽസ് കൊക്കൈനെ കാട്ടി മേളിലാണ് സ്റ്റഡീസ് പറയുന്നത്. ഇറ്റ്സ് മോർ ദാൻ കൊക്കൈൻ. അതെ, ഞാൻ ഇതേപോലെ ഈ സീറോ ഷുഗർ സീറോ അത് 106 കിലോ ഉണ്ടായിരുന്നു. ഞാൻ 54 ദിവസത്തിൽ 82 കിലോയിലോട്ട് എത്തി. അവിടെ എന്റെ ഞാൻ പറയട്ടെ, That's like 25 plus kilo lost in 2 months. അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്റെ സോഷ്യലൈസിങ് കംപ്ലീറ്റ്ലി കട്ടായി, ഹാലൂസിനേഷൻ ചെയ്യാൻ തുടങ്ങി, ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോയി. ആ ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫൈബറും കൊടുത്ത് പിന്നെ നല്ല ഫുഡും കഴിച്ച്, നമുക്ക് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കറക്റ്റ് ടൈമിൽ കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് ഡയറ്റ് ആണ്. അതെ, ഒരു ഫോം ഓഫ് എക്സ്ട്രീം ഡയറ്റും എനിക്ക് ലോജിക്കലായിട്ട് തോന്നി. ഗൈസ്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അമിതമായ അമൃതം വിഷമാണ്. അമൃതം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ദ എലിക്സർ ദാറ്റ് ദ ഗോഡ്സ് കൺസ്യൂം ഫോർ എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ 10,000 ലക്ഷക്കണക്കിന് വർഷം ജീവിക്കാൻ വേണ്ടി ഇവര് ഗോഡ്സ് കഴിക്കുന്ന സാധനമാണ് അമൃതം. അതും കൂടുതൽ കഴിച്ചാലും മൂഞ്ചിട്ടുള്ള ദൈവങ്ങളുണ്ട്, അതുകൊണ്ട് പറയുക. ഈ എനിക്ക് ഡൗട്ട് ഉള്ളത്, ഇപ്പൊ അമൃതം എന്ന് പറഞ്ഞ ടോപ്പിക്കില് വാട്ട് ഡു യു കൺസിഡർ ദ ഹെൽത്തിയസ്റ്റ് ഫുഡ്? ഹെൽത്തിയസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി ഇടുന്ന മുട്ട. മാക്രോ ആൻഡ് മൈക്രോ ഒരേപോലെ വൈറ്റും യെല്ലോയും കൂടിയാ പറയണേ. വൈറ്റും അങ്ങനെ കൺസ്യൂം ചെയ്യണേ കൺസ്യൂം ചെയ്യാം. ഞാൻ കൺസ്യൂം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പെർ ഡേ 10 എഗ് എടുക്കുമെങ്കിൽ അതിൽ 2 ഹോൾ എഗ് എടുക്കും, ബാക്കി 8 എഗ് വൈറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. ഒരു ഹോൾ എഗ് 4 വൈറ്റ്സ്. അതെ, അതില് ഇപ്പം ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഇത്ര എസ്റ്റാബ്ലിഷ് ആകാൻ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ ഇപ്പൊ ഒരു ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരന് 2 ടൈംസ് ബോഡി വെയിറ്റ് ആയിരിക്കണം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നത് ഗ്രാംസിൽ. അപ്പം ബ്രോയ്ക്ക് ഇപ്പൊ എത്ര ഉണ്ട്? 120 ഗ്രാംസ് ആണ് ഒരു ദിവസം. അപ്പൊ ഇപ്പൊ നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, 4 ഗ്രാം പ്രോട്ടീനെ കിട്ടും. അപ്പൊ എത്ര മുട്ട കഴിക്കേണ്ടി വരും? 30 മുട്ട. അത്രയും കഴിക്കണമെങ്കിൽ നമ്മൾ മെന്റലി അത്രയും കഴിച്ച് ഛർദിച്ചിടുതോടെ അപ്പോഴത്തേക്കാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഇതിലോട്ട് എത്തിയത്. ആ പ്രോട്ടീൻ പൗഡർ പറയുന്നത് എന്തോ ഒരു സ്കൂപ്പിൽ 20 ഗ്രാം. അപ്പൊ 2 സ്കൂപ്പ് എടുത്താൽ 40 ഗ്രാം അതിൽ നിന്ന് തന്നെ. ഒന്നാമത്തെ കാര്യം, നല്ല കഴിക്കുക. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലല്ലേ വേ കഴിക്കുക, കഴിക്കുകയാണെങ്കിൽ നല്ല വേയെ കഴിക്കുക. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് 20 ഗ്രാം എന്ന് പറയണതൊന്നും ഒരിക്കലും കിട്ടാൻ പോലില്ല ശരീരത്തോട്ട്. ഏറ്റവും ബെസ്റ്റ് ഈ മുട്ടയിൽ 4 ഗ്രാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു 3-3.5 ഗ്രാം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. അതും if you are having good gut and good absorption system. അതെ, എനിക്ക് പിന്നെ വേറെ സംഭവം, മിക്കവരും നമ്മുടെ നാട്ടില് വിറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിട്ട് തോന്നുന്നു. വെയില് മാത്രമല്ല, വേറെ കുറെ ഫുഡും കാര്യങ്ങളും ഫാറ്റ്സ് ഒക്കെ. ഈ വിറ്റാമിൻ ഇപ്പൊ കുറെ പേര് സൺസ്ക്രീനും തേച്ചിറങ്ങുന്നുണ്ട്, അത് വേറെ ടോപ്പിക്. ഈ സൺസ്ക്രീനും തേച്ചിറങ്ങും, വിറ്റാമിൻ ഡിയും കിട്ടൂല, ഒന്നും കിട്ടൂല, സൂര്യന്റെ വെളിച്ചവും ഇല്ല, ഒന്നുമില്ല. Guys, sunscreen has been found the most cancer-causing agent by many different studies. It's coming all over podcast, it's coming all over ചെറിയ news channels, but the main channels are not reporting it. Because why? They all have investment in big pharma and pharmaceuticals and cosmetics. പിന്നെ എനിക്ക് വേറൊരു ടോപ്പിക് ഉണ്ട്, അർക്കേഡിയൻ റിതം. സർക്കേഡിയൻ റിതം കേട്ടിട്ടുണ്ടോ? സ്ലീപ് സൈക്കിൾ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും, ലോകം നമ്മുടെ എർത്ത്, യൂണിവേഴ്സിനെ പുറത്ത് എനിക്കറിയുന്നില്ല, അവിടെ ഉള്ളവർക്ക് വേറെ സൈക്കിൾ അല്ല. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്തിനകത്തുള്ള എല്ലാ ആനിമൽസും എല്ലാ പ്ലാന്റ്സും they get their first nourishment assembling at when the sun rises. Yes. And സർക്കേഡിയൻ ഋതുത്തിന്റെ സർക്കേഡിയൻ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് നൈറ്റിന്റെ ഒക്കെ ഋതുവാണോ? അല്ലല്ല, സർക്കേഡിയൻ ഋതു is completely related to your sleep cycle.
ഒരു പീക്ക് ഹ്യൂമൻ ബോഡി ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്നത് when they rise with the sun and go to sleep with the sun. അത് മാർക്കറ്റ് ചെയ്യുന്ന 6 hours ഒന്നുമല്ല, യു നീഡ് ആക്ച്വലി 8 hours of sleep. അതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. വേറെ സംഭവം സ്ലീപ് ഡിപ്രൈവ്ഡ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, നിങ്ങൾ എത്ര ബോഡി ബിൽഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഉറക്കമില്ല, വെറുതെ നിങ്ങൾക്ക് ഒരു 8 to 7 hours സ്ലീപ്പിന്റെ നിങ്ങൾ ജിമ്മിൽ പോയി ഏറ്റവും വെയിൽ നിങ്ങൾ മസിലൊക്കെ പൊട്ടി സോറായി വീട്ടിൽ വന്ന് 4 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ റിക്കവറി ഈസ് എവരിതിങ്. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പിന്റെ കാര്യം പോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്തും കാനഡ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തു. പീപ്പിൾ ആർ യൂസിങ് ഡ്രഗ്സ് ബിഫോർ വർക്ക്ഔട്ട്. കഞ്ചാവ് വലിച്ചിട്ട് വർക്ക്ഔട്ടിന് കയറുക, എന്തോ ടാബ് മുട്ടായി എന്നൊക്കെ പറയുന്ന ഗുളിക, പട്ടിനുള്ള ഗുളികകളൊക്കെ വേറെ എവിടുന്നോ കിട്ടിയിട്ട് അത് കഴിച്ചിട്ട് വർക്ക്ഔട്ടിന് കയറുക, കഞ്ചാവ്, കൊക്കെയിൻ, എന്ന് പറയുന്ന ഡ്രഗ്. വാട്ട്സ് ഹാപ്പനിങ് ടു ദം? ഇത് എന്തുവാ, കേരളത്തിന്റെ പ്രശ്നമാണോ അതോ പിള്ളേരുടെ പ്രശ്നമാണോ അതോ ആശാമാരുടെ പ്രശ്നമാണോ? ഇതൊക്കെ അറിഞ്ഞിട്ട് ജിമ്മുകാർ ഇത് അലോ ചെയ്യുന്നതാണോ? വാട്ട് ഈസ് ഹാപ്പനിങ്? ഒന്നാമത്തെ സംഭവം ഐഡന്റിറ്റി തിങ്. ഞാൻ പ്രീ വർക്കൗട്ട് എടുക്കുന്നില്ല, മറ്റാ പ്രീ വർക്കൗട്ട് എടുക്കാറില്ല, എടുത്തു നോക്കാം. അങ്ങനെ മിക്കവന്മാരും പ്രീ വർക്കൗട്ട് എടുക്കുന്നത്. എന്റെ പൊന്നു കയ്യിൽ പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 150 grams ഓഫ് കഫീനും 200 grams ഓഫ് കഫീനും 100 grams ഓഫ് കഫീനും ഒക്കെ അടിച്ച് ഞാൻ അടിച്ചിട്ടുണ്ട്. പ്രീ വർക്കൗട്ട് എടുത്തിട്ട് എന്റെ തലച്ചോറൊക്കെ ഇത് ഉറുമ്പ് അടിക്കും. ഈ പ്രീ വർക്കൗട്ട് എടുക്കുമ്പോ നമ്മുടെ തലക്കകത്തൊക്കെ ഈ ഉറുമ്പിരുന്ന് കടിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. മറ്റേ ചെറുതളം വെക്കുന്നില്ലേ, ബ്രെയിനിന്റെ ചെറുതളം വെക്കുന്നെങ്കിൽ ഇരിക്കും. ഇതേ ഉള്ളൂ. എന്നിട്ട് ഒരു വെകളി പിടിച്ചാൽ വർക്കൗട്ടിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ പല പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യമാണോ കള്ളമാണോ എന്ന് പറഞ്ഞൂടാ. ഈ ജിമ്മുകൾ ഒരു ചെറിയ രീതിയിലുള്ള ഡ്രഗ് ഹൈഡ് ഔട്ട്സുകളാണെന്ന്. ഡു യു നോ എനിത്തിങ് അബൌട്ട്? അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ അടിച്ചിട്ട് കാരണവന്മാര് അതല്ല ഈ കഴ പിടിച്ചവന്മാര്, പച്ചയ്ക്ക് പറഞ്ഞ കഴ പിടിച്ചവന്മാര്, അവന്മാർ ഇങ്ങനെ ഉള്ളവന്മാര് കാരണമാണ് ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണവര് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതില് മിക്ക ഇത് ഈ യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഉള്ള ഓരോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കാരണവന്മാരായിരിക്കും മെയിൻലി ഈ വർക്കൗട്ടിന്റെ ഇടയിൽ പിണഞ്ഞു വീണാൽ ചാവുന്നത്. അങ്ങനെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, ചാവാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിൽ കഞ്ചാവ് അടിച്ചിട്ട് വർക്കൗട്ട് എന്തിനാ ചാവുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളൊരു ഇൻകം സോഴ്സ് ആണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചിലാണ്. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയെ നോക്കിയിരിക്കും. നിങ്ങൾ ഈ പൊളപ്പൊക്കെ കാണിച്ച് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ബട്ട് why waste precious life? ഒരാളുടെ പാഷനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് റെസ്പെക്ട് കൊടുക്കുന്ന, വാല്യൂ കൊടുക്കണം. അല്ലാതെ ചുമ്മാ ഇപ്പം നമ്മള് കണ്ടില്ലേ ഡമ്പലിന് തൊഴിച്ചു കളയുന്നു, ഡമ്പൽ എടുത്ത് കാലുകൊണ്ട് ചവിട്ടുന്നു, ഇതൊന്നും ചെയ്തുകൂടാ ശരിക്കും. നമ്മൾ അവിടുത്തെ വിദ്യ തരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിവോ കഴിവോ തരുന്ന സാധനങ്ങളാണ്. നമ്മൾ സ്കൂളിൽ പോയിട്ട് ബുക്കി ചവിട്ടുന്ന പോലെ തന്നെയാണ്. നിങ്ങളുടെ ജിമ്മിൽ ബംഗാളിലും ഇഷ്ടം പോലെ എന്തൊരു റെസ്പെക്ട്ഫുൾ ആൻഡ് ഡെഡിക്കേറ്റഡ് ആണെന്നറിയോ. നമ്മുടെ മലയാളീസിനെ പോലെ എല്ലാവരും. അതെ, മലയാളികൾ 20 കിലോയുടെ പ്ലേറ്റിൽ പറയുന്നത് നടന്നു. ഇവൻ അവിടെ കൊണ്ട് റീറാക്കി ഇത് ചവിട്ടി തൊട്ട് തൊഴുത്. പക്ഷെ ബോഡി കാണണം, ചെറിയ ബോഡി ആണെങ്കിലും അവൻ ഫുൾ പെർഫെക്റ്റ് കട്ടുകളാണ്. സത്യം, ലിറ്ററലി മറ്റേ ഫോട്ടോഷോപ്പ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബാബുക്കെ വന്ന് 100 കിലോയ്ക്ക് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് നൈസ് മച്ചാന്മാരാണ്. മച്ചാന്മാരെ പറ്റി നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ഭയങ്കര കഥകളൊക്കെ കേൾക്കുന്നുണ്ട്, കുത്തിക്കൊല്ലുന്നുണ്ട്. വി ഡോണ്ട് നോ ദ ട്രൂത്ത്. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവര് പറയുന്ന അനുസരിച്ച് ജിമ്മിലൊക്കെ വന്ന് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ they say they are very respectful, they are very അല്ലേ അങ്ങനെ അവർക്ക് ഇങ്ങനത്തെ ഈഗോ പ്രോബ്ലംസ് ഇപ്പം കുറെ പേരുണ്ട് ഈ ജിമ്മില്. ഒരാൾ ഇപ്പൊ 10 കിലോ എടുത്ത് അവൻ അപ്പുറത്തുനിന്ന് 20 കിലോ എടുക്കണം. അവസാനം അവന്റെ കൈ ഉളുക്കി അവിടെ ഇരിക്കും. ചെയ്യാൻ വേണ്ടിയല്ല, മറ്റൊരു തോപ്പിക്കണം. ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡി നോക്കുന്നു, ഇവർക്ക് പറ്റുന്ന വെയിറ്റ് എടുക്കുന്നു, അവര് ഫുഡ് കഴിക്കുന്നു, പോകുന്നു. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏറ്റവും മറ്റേ പിക്ചർ പെർഫെക്റ്റ് ബോഡിയുള്ള മച്ചാൻ ഏറ്റവും ഹെവി വെയിറ്റ്സ് എടുക്കുന്നുണ്ട്. അല്ല,
അവന്മാര് കറക്റ്റ് ഫോമും അവന്മാരുടെ ബോഡി വെയിറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എടുത്തിട്ട് കറക്റ്റ് റെപ്പുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നവർ, അതും കറക്റ്റ് ന്യൂട്രീഷനും. ഈ ഈഗോ ലിഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോലില്ല, മസിൽസിന് ഇഞ്ചറി അല്ലാതെ വേറെ ഒന്നും കിട്ടൂല ഈഗോ ലിഫ്റ്റ്. നമ്മൾ പ്രോപ്പർ ഫോമില് കറക്റ്റ് എമൗണ്ട് ഓഫ് റെപ്പറ്റീഷൻസും എടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫുഡും കഴിഞ്ഞ് നമ്മൾ ഈ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ലീപ്പാണ്. സ്ലീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മസിൽ റിക്കവറി നടക്കൂല. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ എടുത്താലും അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് ഈ സമയത്ത് ഒരു കാര്യം പറയാനുണ്ട്. റോക്കിയുടെ എനിക്കിത് പറയണമെന്നുണ്ട്. റോക്കിയുടെ ഇൻസ്റ്റ ഐ ഡി നമ്മൾ വീഡിയോയിൽ കൊടുക്കും. യു ഗൈസ് ഇഫ് യു വാണ്ട് നോ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ DM ഹിം. വേറെ ഒന്നുമില്ല, ഇവര് ജിമ്മോ കാര്യങ്ങളോ പ്രൊമോഷനോ കോഴ്സോ കോപ്പോ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ട്രൈ. ഇവൻ തന്നെ പറഞ്ഞേടാ ജിമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇവന്റെ ജിമ്മിലല്ല, വേറെ പലയിടത്തും പിള്ളേരൊക്കെ വന്ന് മൂഞ്ചി കിഡ്നി ഫെയിലിയർ ആയിട്ട് പോകുന്നു. നമ്മൾ 4th ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഉള്ള പിള്ളേർ വന്ന് മാറാ രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന അമ്മമാരുടെ കരച്ചിൽ കാണുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുന്നു. സോ ഇഫ് യു ഗൈസ് ആർ ഹാവിംഗ് ഡൗട്ട്സ് ദാറ്റ് ഈസ് ബിയോണ്ട് യുവർ നോളജ്, ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് ഓർ DM ഹിം. അവന് സമയം ഉള്ളപ്പോൾ he will definitely help you out. ഇതിന് ഫീസോ കാര്യം ഒന്നുമില്ല. There is nothing. He's just a guy just trying to do the right thing. അതെ, ഞാൻ ഈ കോഴ്സോ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച ഓരോ റിസർച്ചേഴ്സ് ഉണ്ട്. അത് വെച്ച് എന്നെ കൊണ്ട് പറ്റുന്ന എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. അതെ. സോ നമ്മൾ ഇന്നിവിടെ ന്യൂട്രീഷൻ, ജിം, ഡയറ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ചെറുതായിട്ട് റാപ്പപ്പ് ചെയ്യാം. പിന്നെ റാപ്പപ്പ് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ എപ്പിസോഡ് വാസ് വെരി ഗുഡ് ഫോർ us. ഐ മീൻ ലൈക്ക് ഞങ്ങൾക്ക് വ്യൂസ് ഒക്കെ കുറവായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങൾ കുറച്ച് വേഗ് തിയറീസ് പിടിച്ചു. ഞങ്ങളുടെ ഇതുപോലെ കുറച്ച് തിയറീസുകൾ ബുക്കിലാക്കി വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം വിൽ ബി കമ്മിങ് ബിഹൈൻഡ് ദ ക്യാമറ ഫോർ മേട്രിക്സിനെ പറ്റി ഞങ്ങൾ പറയാൻ വരുന്നുണ്ട്. മേട്രിക്സും നമ്മുടെ പിരമിഡും നമ്മുടെ എപ്പിക് ഓഫ് ഗിൽഗമേഷ്. നിങ്ങൾ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്നൊരു സാധനം ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇത് എന്താണ്, ഇത് എങ്ങനെയാണ്, how people are trying to hide it. യെസ്, ഇത് എന്തോരം കഷ്ടപ്പെട്ടാണ് the mass media and the government is trying to hide it എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലാവും. And we brothers are coming to disclose it. അതേപോലെ ഗൈസ്, this was a very knowledgeable episode. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എപ്പിസോഡ് 2 വിത്ത് റോക്കി കാണണമെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് കമന്റ്സും ഡൗട്ട്സും ഒക്കെ താഴെ ചെയ്യുക. ഞങ്ങൾ അത് ബേസ് ചെയ്തൊരു എപ്പിസോഡ് 2 പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക് യു ഫോർ അവർ ഗസ്റ്റ് റോക്കി. റോക്കിക്ക് എന്തെങ്കിലും ഓഡിയൻസിനോട് പറയാനുണ്ടോ? നിങ്ങൾ ഫിറ്റ്നസ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഡ്രഗ്സ്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തി ഫുഡ്സ് കഴിക്കുക. പിന്നെ നിങ്ങൾ കാലറീസ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ TDE കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ് കൊടുക്കുക, ഹൈറ്റ് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടം. ഇപ്പൊ കാലറി ഡെഫിസിറ്റിലാണെങ്കിൽ ഡെഫിസിറ്റ്, കാലറി മെയിൻ്റെനൻസ്, അതെല്ലാം അതിൽ തന്നെ ഉണ്ട്. സോ ഫിറ്റ്നസ് ആണ് ഗോൾ എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഡ്രഗ്സ്. ബോഡി ബിൽഡർ ആണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബോഡി റീകമ്പോസിഷനിലാണ് ഞാനൊക്കെ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I want to replace my stubborn fat with muscles. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇത്രയും നാളെ വിചാരിച്ചതിനല്ല. Give more important to sleep. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫാറ്റ് ബേൺ ആവുന്ന, മസിൽസ് ബിൽഡ് ആവുന്ന ഒക്കെ സ്ലീപ്പിലാണ്. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോ മൈദയോ വിഷമോ ഇൻഗ്രീഡിയൻസോ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുക. നിങ്ങളിപ്പോ ഒരു ബ്രെഡ് വാങ്ങിക്കുകയാണ്. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ കാനഡയിൽ പോയി ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ബ്രെഡ് വാങ്ങിക്കുമ്പോൾ there is only 3 ingredients: milk, wheat dough and yeast. ഇത് 3 ഉള്ളൂ. ആൻഡ് 2-3 ദിവസം കഴിയുമ്പോൾ നശിക്കും. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ കടയിൽ നിന്ന് ഒരു ബ്രെഡ് എടുക്കുമ്പോൾ ഒരു 2 പാരഗ്രാഫ് ഇൻഗ്രീഡിയൻസ്. I was like, what the fuck is happening? ഇത്രയും സാധനങ്ങൾ വേണ്ട. നിങ്ങൾ ബ്രെഡ് ഉണ്ടാക്കാൻ പഠിക്കുക. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. നമുക്ക് സൂചിയുടെ പൊടി, ഫൈൻ പൊടി വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം ഓവനിൽ വെച്ച്. ഹെൽത്തിയസ്റ്റ് ഷിറ്റ് എവർ. നിങ്ങൾക്ക് ഒരു ദിവസം 10 ബ്രെഡ് വേണമെങ്കിലും കഴിക്കാം. അത് വീറ്റാ, ഗോതമ്പാ, വലിയ പ്രശ്നമൊന്നും വേണ്ടില്ല. ചെറിയ സ്ലൈസ് ആക്കുക, കഴിച്ചുകൊണ്ടിരിക്കുക. ഫൈബർ ആണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇനി കടകളിൽ പോകുമ്പോൾ ഇൻഗ്രീഡിയൻസ് വായിച്ചു തുടങ്ങുക. 10-15 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയുക. എന്തിനാ? ഒരു ചിപ്സ് പാക്കറ്റ് വാങ്ങിച്ച ജുറാസിക് പാർക്ക് വരെ ഉണ്ട് അതിനകത്ത്. എന്തിനാണ് ഇതൊക്കെ വെച്ച് തിന്നുന്നത്? അവോയ്ഡ് ചെയ്യുക. അച്ഛനും അമ്മയ്ക്കും നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ഉള്ളൂ. അതെ, അതൊക്കെ ഉള്ളു. പിന്നെ നമ്മുടെ നാട്ടില് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പ്രോട്ടീൻ ജങ്കി എന്ന് പറഞ്ഞ അടിക്കുന്നത് വി നീഡ് ഫൈബർ മോൺസ്റ്റേഴ്സ് ഓൾസോ. വി നീഡ് ഫൈബർ മോൺസ്റ്റേഴ്സ്. പ്രോട്ടീൻ മാത്രമല്ല, വി നീഡ് ഫൈബർ, വി നീഡ് എവറിത്തിങ്. അപ്പോ ഫൈബർ കഴിക്കുന്നത് നാളെ ഒരു ഫ്ലെക്സ് ആവട്ടെ, അത് നല്ലൊരു ഫ്ലെക്സ് ആണ്. അതേപോലെ തന്നെ ഈറ്റ് യുവർ എഗ്, ഓൾ എഗ്സ് കഴിക്കുക. മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഭയങ്കര എല്ലാം. ചക്ക കിട്ടുമെന്നെങ്കിൽ വാങ്ങിച്ചു കഴിച്ചോ, അടിപൊളി സാധനമാണ്. സോ ഗൈസ്, അത്രയൊക്കെ പറഞ്ഞു ഈ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. ശ്രീ ഹിയർ ആൻഡ് aka Rocky Anup. Yeah, and we enjoyed. I hope you guys got an informative video. Guys, bye. Love you. Nice session. Ali.